ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സൂപ്പർ നോട്ട്സിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് എക്സാം ഒരു വിശകലന സെഷൻ മാത്രമായിട്ട് ഇതിനെ കാണരുത്. നിങ്ങൾക്ക് സംഭവിച്ച 3 പാകപ്പിഴകൾ ഞാൻ അവിടെ എണ്ണമിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് മാത്തമാറ്റിക്സിന് സമയം തികയാതെ പോയ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. ഇനി ഷോർട്ട് കട്ടുകളാകുന്ന ഒരുപാട് ഇക്വേഷൻ പഠിച്ചിട്ട് പോയി എക്സാം ഹാളിൽ അത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ പറ്റാതെ പോയ, അതായത് പകുതി മാത്രം അറിയാം, ബാക്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ ഇരുന്ന ഒരു സാഹചര്യമുള്ള പല ചോദ്യങ്ങളുമുണ്ട്. ഇനി കോൺസെപ്റ്റിന്റെ വേണ്ടത്ര ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ മടിച്ച ചോദ്യങ്ങളുണ്ട്. ദാ കാലം മാറി, കഥ മാറി, കാലാവസ്ഥ എങ്ങും മാറി. അതായത് ചോദ്യവും ചോദ്യ രീതികളും വരുന്ന ചോദ്യങ്ങളുടെ ആ ഒരു സാരാംശം അല്ലെങ്കിൽ ആ ഒരു ഐഡിയകളും മാറി. പ്രാക്ടിക്കൽ ലെവൽ ചോദ്യങ്ങളുടെ എണ്ണം കൂടിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പണ്ടത്തെ പോലെ ഡയറക്റ്റ് ഹിറ്റ് എന്നൊരു കാര്യം മാറി. ഡിഗ്രി ലെവലാണ്. ആ ലെവലിന്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ചോദ്യങ്ങൾ വരും. ഒരു 13 ചോദ്യങ്ങൾ സ്ഥിരം ക്ലീഷേ ടൈപ്പുള്ള സാധനങ്ങൾ പഠിക്കുന്ന ഒരാൾക്ക് കിട്ടും. പക്ഷേ ഒരു 7 ചോദ്യങ്ങളിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ നിങ്ങളുടെ ഈ 3 കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നതനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. ഏതെങ്കിലും എങ്ങനെയെങ്കിലും കുറെ പഠിച്ചിട്ട് പോവുകയല്ല. നിങ്ങൾ പഠിക്കുന്നതിന്റെ കോൺസെപ്റ്റും ഐഡിയയും മനസ്സിലാക്കി സമയബന്ധിതമായി വേണ്ട ഇക്വേഷനെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാൻ പറ്റും. അതിനു വേണ്ടിയുള്ള ഒരു സെഷനാണ് ഇന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഉപകരിക്കും. മൊത്തമായിട്ട് കാണുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോടാ. അപ്പൊ ആദ്യം നിങ്ങൾക്ക് വന്നിരുന്ന ചോദ്യം ഇതായിരുന്നു അല്ലേ? ഇതാ നോക്കിക്കേ. ഇവിടെ വീണ്ടും ഞാൻ പറയുന്നു, ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ എന്നുള്ളതിലുപരി ഇതിൻ്റെ അകത്തൊരു കാമ്പ്, ഒരു പാറ്റേൺ ഐഡന്റിഫിക്കേഷൻ ഉണ്ട്. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. നമ്പർ സിസ്റ്റത്തിൽ നിന്നുമുള്ള ചോദ്യം 6387 ബൈ 8516 നമ്പർ സിസ്റ്റത്തിൽ നിന്നും ഉള്ള ഒരു ചോദ്യമാണ്. സാധാരണ ഒരു ഉദ്യോഗാർത്ഥി എന്താ ചെയ്യുന്നത്? നമുക്ക് സാധാരണയായി തന്നെ നമ്മളിപ്പോൾ 16/20 എന്നൊക്കെ തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിൽ പൊതുവായിട്ടുള്ള ഘടകം 4 ഉണ്ട്. അതിനെ വെട്ടിച്ചുരുക്കി കഴിഞ്ഞാൽ ഇവിടെ 4 വരും, ഇവിടെ 5 വരും. നമ്മൾ എന്താ ചെയ്യുന്നത്? പൊതുവായിട്ടുള്ള ഘടകത്തെ വെട്ടിക്കളയുന്നു. ആ രീതിക്ക് ചിന്തിക്കാനേ നിങ്ങളുടെ മനസ്സ് ഈ ചോദ്യത്തിൽ നിങ്ങളെ അനുവദിക്കുകയുള്ളൂ. 100% ആൾക്കാരും അങ്ങനെയേ ചിന്തിക്കൂ. എന്നാൽ ആ ചിന്ത അട്ടർ ഫ്ലോപ്പ് ആയിരിക്കും ഇവിടെ. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? അപ്പം ഇവിടെ ഈ ചോദ്യത്തിനെ ഇങ്ങനെ കൂടി എഴുതാനായിട്ട് സാധിക്കും. ഈ 16 എന്ന് പറഞ്ഞാൽ 4ന്റെ ഗുണിതമാണ്. ഇനി 20 എന്ന് പറഞ്ഞാൽ 5ന്റെ ഗുണിതമാണ്. അപ്പോൾ ഈ 16/20 എങ്ങനെ നോക്കിയാലും നമുക്ക് ഒരു സംഖ്യ ഇൻറ്റു 4 ബൈ വേറെ ഏതെങ്കിലും ഒരു സംഖ്യ ഇൻറ്റു 5, അതായത് 4ന്റെ ഗുണിതം 5ന്റെ ഗുണിതം എഴുതാനായിട്ട് പറ്റും. ഇത് ചിലപ്പോൾ ഇത് പൊതുവായുള്ള ഘടകമായിരിക്കും. അപ്പൊ അത് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ 4/5 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അതായത് ഇത് രണ്ടും ഏത് സംഖ്യയുടെ ഗുണിതമാണെന്നുള്ള നോക്കിക്കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു രീതി. അപ്പം ആ ഒരു ആശയം ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഏത് സംഖ്യകളുടെ ഗുണിതമാണെന്നുള്ളത് ഇവിടെ അതിനെന്താണ് സഹായിക്കുന്നത്? ഇനിയാണ് നിങ്ങൾ ഓപ്ഷനിലേക്ക് വരേണ്ടത്. അപ്പം നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായി. അതായത് നമ്മൾ ക്യാൻസലേഷൻ, കോമൺ ഫാക്ടേഴ്സിലല്ല നമ്മൾ നോക്കുന്നത്. ഈ 2 നമ്പറും ഈ 2 സംഖ്യകളും നമുക്ക് തന്നിരിക്കുന്ന 2 സംഖ്യകളും ഏതിന്റെ ഗുണിതമാണ്, മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് എല്ലാം നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 3/7, 3/4, 7/9, 9/11. അപ്പൊ 2 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെ ഡിവിസിബിലിറ്റി എല്ലാം കൂടെ ഒറ്റ ചോദ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ആശയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഇവിടെ 2 രീതിയിൽ ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. ഒരു ഒറ്റ ഐഡിയ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതാ നോക്കിക്കേ. ഇപ്പൊ അത് ആ രീതി പറഞ്ഞുതരാം. 8516 എന്ന് പറയുന്ന സംഖ്യ ഇത് ഏതിന്റെ ഗുണിതമാണെന്ന് നോക്കുക. അവസാന 2 അക്കം എന്ന് പറയുന്നത് നമ്മുടെ ഡിനോമിനേറ്റർ നോക്കുക. 7, 4, 9, 11. നമുക്ക് ഈ ഡിനോമിനേറ്റർ ഈ താഴെ പറയുന്ന 7, 4, 9, 11 ഇതിന്റെ ഏതെങ്കിലും ഗുണിതമാണോ നോക്കാം. നമ്മൾ നോക്കുമ്പോൾ അവസാന 2 അക്കം എന്താണ്? 16 എന്നതാണ്. 16 അത് 4ന്റെ ഗുണിതമാണ്. അപ്പൊ ഈ സംഖ്യനെ എന്ത് എഴുതാനായിട്ട് പറ്റും? ഏതോ ഒരു നമ്പർ ഇൻറ്റു 4 എന്ന് ഉറപ്പായിട്ടും എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? ഇനി ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ 7 ആണ്. അപ്പൊ 5, അപ്പം 3, 3, 7, 9 നോക്കുക. 3, 3, 7, 9. അപ്പൊ 3, 7, 9 ഇതിൽ ഏത് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണ് ഇതെന്ന് നോക്കുക. ഓക്കെ ആണല്ലോ? അതാ നോക്കുക. 6ഉം 3ഉം 9, 9 അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാം. 7, 3, 10, 6ഉം 8ഉം 14, 14ഉം 10ഉം 24. 24 എന്നുള്ളത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പൊ ഇതെന്താണ്? 3ന്റെ ഗുണിതമാണ്. ഏതോ ഒരു സംഖ്യ ഇൻറ്റു 3 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? ഇവിടെ ഏതാണ് ആ സംഖ്യ എന്നറിയില്ല. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കിക്കേ, 3/4 എന്നുള്ളത് ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു സാധനം ഓപ്ഷനിൽ എവിടെ മാത്രമേ ഉള്ളൂ?
ഓപ്ഷൻ ബിയിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, ഡിനോമിനേറ്ററിൽ 4 വരുന്ന ഒരേ ഒരു സംഖ്യയുള്ളൂ, ഓപ്ഷൻ ബി. അങ്ങനെ ചിന്തിക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? നമ്മൾ സാധാരണ ഇത് ഉറപ്പായിട്ടും ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും ഒരേ സംഖ്യകളായിരിക്കും, ഉറപ്പായിട്ടും ഒരേ സംഖ്യകളായിരിക്കും. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഉറപ്പായിട്ടും ഇത് രണ്ടും ഒരേ സംഖ്യകളായിരിക്കും. അപ്പോ ആ ഒരു ആശയം അങ്ങനെ നിങ്ങൾക്ക് അവിടെ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? 2 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെ ഡിവിസിബിലിറ്റി ഐഡിയ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. ഞാൻ എന്താണ് ചെയ്തത്? ഡിനോമിനേറ്റർ വെച്ചിട്ട് നോക്കാം, അല്ലെങ്കിൽ ന്യൂമറേറ്റർ വെച്ചിട്ട് നോക്കാം. ന്യൂമറേറ്റർ നോക്കുമ്പോൾ അതൊരു 3ന്റെ ഗുണിതമാണ്. ഏതോ ഒരു സംഖ്യ ഇൻറ്റു 3 എന്ന് എനിക്ക് എഴുതാനായിട്ട് സാധിക്കും. ഏതിനെ? ന്യൂമറേറ്ററിനെ. കാരണം 6, 3, 8, 7 സംഖ്യകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 24 കിട്ടുന്നു. 24 3ന്റെ ഗുണിതമാണ്. അപ്പൊ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക 3ന്റെ ഗുണിതമാണ് എങ്കിൽ ആ സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, ആ സംഖ്യ 3ന്റെ ഗുണിതമായിരിക്കും. അപ്പൊ ഏതോ ഒരു സംഖ്യ ഇൻറ്റു 3 എന്ന് ആരെ എഴുതാനായിട്ട് സാധിക്കും? 6, 3, 8, 7 6387 എന്ന് പറയുന്നത് എ നമ്പർ ഇൻറ്റു 3 ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും. ഇനി സിമിലർലി 8516 8516 എന്ന സംഖ്യ നോക്കുമ്പോൾ അവസാന രണ്ടക്കം 16 ആണ്. ആ 16 എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. ഒരു നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ ആ നമ്പർ ഉറപ്പായിട്ടും എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും. അപ്പൊ ഈ 8516നെ എന്ത് എഴുതാം? ഒരു നമ്പർ ഇൻറ്റു 4 എന്ന് എഴുതാം, ഏതോ ഒരു നമ്പർ ഇൻറ്റു 4 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് നോക്കുക, നമുക്ക് ഓപ്ഷന് തന്നിരിക്കുന്ന 3/4 എന്നുള്ളത് ഇവിടെ ഉണ്ടായി. അപ്പൊ അതായിരിക്കും നമ്മുടെ ആൻസർ. നിങ്ങൾ ഇതിനെപ്പറ്റി നോക്കി ചിന്തിച്ച് വേവലാതിപ്പെടേണ്ട. ഇത് രണ്ടും സെയിം നമ്പർ ആയിരിക്കും. ഇത് എ ആണെങ്കിൽ ഇതും ഒരു എ ആയിരിക്കും. അങ്ങനെ ആ എയും എയും ക്യാൻസൽ ആയിട്ടാണ് വരുന്നത്. ഇതാണ് ആ സിംപ്ലിഫിക്കേഷന്റെ ഐഡിയ വന്നത്. ഇനി ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡിവിസിബിലിറ്റി റൂളിനെ പല രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത്തരം ഒരു കാര്യമാണ് ഈ തന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? അപ്പോൾ ഈ ഒരു സാധനം കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക, പഠിക്കുക. മൾട്ടിപ്പിൾ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആശയം. ഓക്കെ ആണല്ലോ? ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക്. ഇത് അത്യാവശ്യം നിലവാരമുള്ള ഒരു ചോദ്യമാണ്. ഞാൻ സ്റ്റാർ ഇട്ട് കൊടുക്കുന്ന ചോദ്യങ്ങളെ നോക്കുക. അത് കോമൺ മാൻ, ഒരു സാധാരണ കാലാകാലങ്ങളായി PSC എഴുതുന്ന ആളാണെങ്കിലോ ബേസിക്സ് ഉള്ള ആളാണെങ്കിലോ അയാൾക്ക് സ്ഥിരം ആ ഒരു പാറ്റേൺ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ചോദ്യത്തിന്റെ കൂട്ടത്തിൽ വരാത്ത ചോദ്യങ്ങളാണിത്. അത്യാവശ്യം വെളിവുള്ള ആൾക്കാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. കുറവ് സമയം, ഈ 3 കാര്യങ്ങൾ നോക്കണേ: ടൈം, ഇക്വേഷൻ, കോൺസെപ്റ്റ്. TECനെ പരിഗണിച്ചുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ടൈം, ഇക്വേഷൻ, കോൺസെപ്റ്റ്. ക്ലിയർ ആണ്? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇതും നല്ല ഒരു കിണ്ണം കാച്ചിയ ചോദ്യം തന്നെയായിരുന്നു. M ഇനങ്ങളുടെ ആകത്തുകയുടെ 20% അതിന്റെ ശരാശരിയാണെങ്കിൽ എമ്മിന്റെ മൂല്യം എന്ത്? അപ്പം ഇവിടെ കോൺസെപ്റ്റ് കൃത്യമായിട്ടും അറിയുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ഈ ഉത്തരം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്താണ് ആവറേജ് എന്ന് പറഞ്ഞാൽ? ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം ബൈ ടോട്ടൽ നമ്പർ എന്നാണ്. ഇത് നിങ്ങൾക്കറിയാം, അതവിടെ നിന്നോട്ടെ. ഇഫ് 20% ഓഫ് ദ സം ഓഫ് M ഐറ്റം ഈസ് ഇറ്റ്സ് ആവറേജ്. അതായത് ഈ സമ്മിന്റെ M ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? നമുക്ക് നമ്പർ എന്ന് പറയുന്നത് M ആണ്. M ഐറ്റങ്ങളുടെ സമ്മിന്റെ 20%. അപ്പൊ 20% ഓഫ് സം ഓഫ് M ഐറ്റംസ്, സം ഓഫ് M ഐറ്റംസ്. ഓക്കെ ആണല്ലോ? എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? ഈ M ഐറ്റത്തിന്റെ ഈസ് ഇറ്റ്സ് ആവറേജ്. ആവറേജ് ആണ്, ആവറേജ് ഓഫ് M ഐറ്റംസ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. ഇവിടെ എണ്ണമിട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, എണ്ണമിട്ട് കണക്കൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ആളുകളുണ്ട്, പല രീതിയിൽ ചെയ്തിട്ട് ആൾക്കാരുണ്ട്. ഇവിടെ അങ്ങോട്ടൊന്നും നിങ്ങൾ പോകണ്ട. ഒരു കൂട്ടം സംഖ്യകളുടെ M ഐറ്റംസ്, M സംഖ്യകൾ അല്ലെങ്കിൽ M ഐറ്റംസ് വന്നിട്ടുണ്ട്. അവയുടെ തുകയുടെ 20% എത്രയാണെന്ന് കാണുന്നു. അത് തന്നെയായിരിക്കും ഈ M ഐറ്റംസിന്റെ ശരാശരി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? M ഐറ്റങ്ങളുടെ ശരാശരി എന്ന് പറയുന്നത്. ഇത്രയും കാര്യം വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇതേ നോക്കിക്കേ. ആ സമ്മിനെ ഞാൻ S എന്ന് വിളിച്ചു. ഒരു സംഖ്യയുടെ 20% എന്ന് പറഞ്ഞാൽ അതിൻ്റെ 5/1 ഭാഗമാണ്, അല്ലെങ്കിൽ അതിനെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. നോക്കുക, പെർസെൻറ്റേജിന്റെ കോൺസെപ്റ്റ്. അപ്പൊ S/5 എന്ന് പറയുന്നത് സം, അതായത് നോക്കുക, സമ്മിനെ ഞാൻ S എന്ന് വിളിക്കുന്നു. S/M ഐറ്റംസ് ഉണ്ട്, S/M. ആവറേജ് എന്ന് പറഞ്ഞാൽ S/M ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, A/B ഈക്വൽ ടു A/D ആണ് എങ്കിൽ Bയും Dയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എസും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈ 5ഉം M ഉം ഉറപ്പായിട്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും.
എന്തായിരിക്കും? എം ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഒറ്റയടിക്ക് 5 എന്ന് കിട്ടും. ചിലർ അവിടെ എമ്മിന് വാല്യൂ ഒക്കെ ഇട്ട് കൊടുത്ത് കണ്ടുപിടിച്ചവരുണ്ട്. ഒന്നുമില്ല, ഒരിക്കൽ കൂടി പറയുന്നു. 2 കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്താണ് ആവറേജ്? ഒരു കൂട്ടം സംഖ്യകളുടെ തുക ബൈ അവയുടെ എണ്ണമാണ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നു എം ആളുകളുടെ സം, അതിന് ഞാൻ എസ് എന്ന് വിളിക്കുന്നു. അപ്പൊ ആവറേജ് എസ് ബൈ എം. ഈ എസ് ബൈ എം എന്ന് പറയുന്നത് ഈ സമ്മായ എസിന്റെ 20% തുല്യമാണ്. ഒരു സംഖ്യയുടെ 20% കാണാൻ ആ സംഖ്യയെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ ഈ എസിന്റെ സമ്മിന്റെ 20% എന്ന് പറഞ്ഞാൽ അതിനെ 5 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ്. 2 സൈഡിലും എസ് ഉണ്ട്, എസും എസും വെട്ടിക്കളയുന്നു. ഇപ്പൊ ന്യൂമറേറ്റർ, അതായത് ഒരു ഫ്രാക്ഷന്റെ 2 ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററുകൾ തുല്യമാണെങ്കിൽ, ഒരിക്കൽ കൂടി 2 ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററുകൾ തുല്യമാണെങ്കിൽ അവയുടെ ഡിനോമിനേറ്ററും തുല്യമായേ മതിയാകൂ. എം ഈക്വൽ ടു 5 എന്ന് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ ആ ഒരു സാധനം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ 2 കാര്യങ്ങൾ കിട്ടി, ആവറേജും അതുപോലെ പെർസെന്റേജും. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യവും നേരത്തെ പറഞ്ഞ ചോദ്യത്തിലും സ്റ്റാർ ഉണ്ടേ, നോക്കിക്കോണം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണെന്ന് ചോദിച്ചാൽ അല്ല. കോൺസെപ്റ്റ് എളുപ്പമാണ്, എല്ലാവർക്കും കിട്ടുന്നതാണെന്ന് ചോദിച്ചാൽ അല്ല. അടുത്ത ചോദ്യം സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നത്, അരുൺ എ ബി എന്നീ ഇനങ്ങൾ 192 രൂപയ്ക്ക് വാങ്ങി. അയാൾ എ ഇനത്തെ 20% ലാഭത്തിനും ബി ഇനത്തെ 20% നഷ്ടത്തിലും വിറ്റു. അയാളുടെ ആകെ ലാഭം 8 രൂപയാണെങ്കിൽ എ ഇനത്തിന്റെ വാങ്ങിയ വില എത്രയാണ്? എ എന്നതിന്റെ വാങ്ങിയ വില എത്രയാണ്? ഇവിടെ പലതരത്തിലുള്ള ക്ലാരിറ്റി എററുകളും സംഭവിക്കും ഒരു ഉദ്യോഗാർത്ഥിക്ക്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് സമയമാണ്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അരുൺ ബോട്ട് ഐറ്റംസ് എ ആൻഡ് ബി ഫോർ 192 192 റുപ്പീസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് ഈ പറയുന്ന ഒബ്ജക്ട്സിന് എത്ര രൂപയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 50 പിന്നെ 45 1 96 റുപ്പീസ് ആണ് ഒരു സാധനത്തിന്. അതായത് എക്കും ബിക്കും കൂടെ, എയും ബിയും കൂടെ മേടിച്ച തുക, അതിന്റെ കോസ്റ്റ് പ്രൈസ് ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് 192 എന്ന് പറയുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് എക്ക് 92 റുപ്പീസ് ബിക്ക് 92 റുപ്പീസ് ഈക്വൽ എന്നല്ല. വളരെ ക്ലാരിറ്റിയിൽ നിങ്ങളത് മനസ്സിലാക്കുക. ഈ ഒരു തെറ്റ് ഒരുപാട് പേർക്ക് സംഭവിക്കും. ഇനി എന്താണ് പറയുന്നത്? എ വിറ്റപ്പോൾ എന്ത് ചെയ്തു? 20% പ്രോഫിറ്റ് ആണ് ലഭിച്ചത്, ലാഭം സംഭവിച്ചു. ബി വിറ്റപ്പോൾ 20% നഷ്ടമാണ് സംഭവിച്ചത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് നമ്മൾ എപ്പോഴും കോസ്റ്റ് പ്രൈസിനെ എന്തെന്ന് എടുക്കുക? 100% ആണ് എടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ഒരു വരച്ച് കാണിച്ചു തരാം. അത് എ എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ഓഫ് എ എന്ന് പറയുന്നത് എ എന്ന് എടുത്തു. ഓക്കെ ആണല്ലോ? കോസ്റ്റ് പ്രൈസ് എയുടെ കോസ്റ്റ് പ്രൈസ് എ എന്ന് എടുത്തു. ഓക്കെ, ബിയുടെ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? അപ്പം നോക്കുക, എയും ബിയും കൂടെ ഒരുമിച്ച് വാങ്ങിച്ച രൂപ എന്ന് പറയുന്നത് 192 രൂപയാണ്. അപ്പോൾ ബിയുടെ വില എത്രയാണെന്ന് ചോദിച്ചാൽ എയുടെ ടേംസിൽ പറയാം 192 മൈനസ് എ എന്നായിരിക്കും. 192 നിന്നും എയുടെ വില കുറച്ച് കഴിഞ്ഞാൽ ബിയുടെ വില കിട്ടും. രണ്ടും ഈക്വൽ അല്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ബിയുടെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ 192 മൈനസ് എ എന്ന് പറയാൻ പറ്റും. ഇനി എ വിൽപ്പന നടത്തിയപ്പോൾ 20% ലാഭമാണ് കിട്ടിയത് എന്ന് പറയാൻ എത്രയായിരിക്കും? 120. അതായത് വാങ്ങിയ വിലയുടെ 120% കിട്ടി. അതായത് 120/100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. എ വാങ്ങിയ വില എത്രയാണോ അതിൻ്റെ 120% കിട്ടുമ്പോഴാണ് 20% ലാഭം എന്ന് പറയാം. അപ്പോൾ എ വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്? എ ആണ് അത് വാങ്ങിയ രൂപ, എ റുപ്പീസ് എന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ? എ റുപ്പീസ്. ഓക്കെ, ശരി. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ 192 മൈനസ് എ ആണ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാങ്ങിയ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ 120/100 ഇൻറ്റു എ എന്നതാണ്. ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ അടുത്ത എന്താ? നഷ്ടമല്ലേ സംഭവിച്ചേ? ബിക്ക് 20% നഷ്ടമാണ് സംഭവിച്ചത്. നഷ്ടം എന്ന് പറയുമ്പോൾ എന്താണ്? 100ൽ നിന്നും 20 കുറയ്ക്കണം, 80/100. അതായത് കോസ്റ്റ് പ്രൈസിന്റെ 80% കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ 80/100 ഇൻറ്റു സി പി. കോസ്റ്റ് പ്രൈസിന്റെ 80% ബി വിറ്റപ്പോൾ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ ബിയുടെ വാങ്ങിയ വില എത്രയാണ്? 192 മൈനസ് എ, അതിൻ്റെ 80%. അപ്പം 80/100 ഇൻറ്റു 192 മൈനസ് എ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ രണ്ടിൻ്റെയും വിറ്റ വില അവിടെ നമുക്ക് കിട്ടി. എത്രയാണ്? എയുടെ നമുക്ക് വേണമെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ 6/5 എ എന്നാകും. ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ
4/5 ഇൻറ്റു 192 മൈനസ് എ എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതാ ഇവിടെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ആകെ ലാഭം എന്ന് പറയുന്നത് 8 രൂപയാണ്. 192 രൂപ കൊടുത്ത് 2 സാധനങ്ങൾ വാങ്ങി. ഈ 2 സാധനങ്ങളും കച്ചവടം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ, വിറ്റ് കഴിഞ്ഞപ്പോൾ ആകെ കയ്യിൽ ലാഭമായി ലഭിച്ചത് 8 രൂപയാണ്. അപ്പോൾ ഈ കച്ചവടം മൊത്തം നടന്നത്, അതായത് ഈ വിൽപ്പന മൊത്തം നടന്നത് എത്ര രൂപയ്ക്കാണ്? 192 രൂപയ്ക്ക് വാങ്ങി 8 രൂപ ലാഭം കിട്ടിയെന്ന് പറയുമ്പോൾ 200 രൂപയ്ക്കായിരിക്കണം ഈ 192 രൂപയ്ക്ക് മേടിച്ച സാധനം വിറ്റുപോയത് 200 രൂപയ്ക്കായിരിക്കണം. ഈ 2 സാധനങ്ങളോടെ ചേർത്ത് വിറ്റുപോയത് 200 രൂപയ്ക്കാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെ വിൽപ്പന വിലയാണ് 200 എന്ന് പറയുന്നത്. അതായത് 6/5 പ്ലസ് 4/5 ഇൻറ്റു 192 മൈനസ് എ എന്ന് പറയുന്നതാണ് 200 രൂപ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ദേ ഇതിനെ 6 പ്ലസ് 4 ഇൻറ്റു 192 മൈനസ് എ ബൈ 5 ഈക്വൽ ടു 200 എന്ന് എഴുതാം. ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 200 ഇൻറ്റു 5 എന്നാകും. ഏത്? ഈ 5നെ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 200 ഇൻറ്റു 5 എന്നാകുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇവിടെ 6 പ്ലസ് 192 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 768 മൈനസ് 4 സമം 1000 എന്ന് വരും. 6 മൈനസ് 4 2 സമം 1000-ൽ നിന്നും 768 കുറച്ച് കഴിഞ്ഞാൽ 1000 മൈനസ് 768 എന്ന് പറയുമ്പോൾ എത്ര വരും? 232 എന്ന് വരും. അപ്പോൾ 2a 232 ആണ്. അപ്പോൾ a എന്ന് പറയുന്നത് എത്രയാണ്? അതിൻ്റെ പകുതി. 232ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 116 എന്ന് വരും. 116. അപ്പോൾ നോക്കുക, ഓപ്ഷൻ എ എന്ന് ഏതാ എന്തിൻ്റെ വാല്യൂ ആണ്? എയുടെ വാല്യൂ ആണ്. അതായത് നോക്കുക, ഐറ്റം എയുടെ വാങ്ങിയ വില എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഐറ്റം എയുടെ വാങ്ങിയ വില 116 രൂപ. ഇനി ഐറ്റം ബി ആണ് ചോദിക്കുന്നതെങ്കിൽ 192ൽ നിന്ന് 116 കുറയ്ക്കുക. ഇവിടെ 6 വരുന്നു. 8ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 7. 76 രൂപയ്ക്കാണ് ബി വാങ്ങിയത്. 116 രൂപയ്ക്കാണ് എ വാങ്ങിയത്. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേ? ക്ലിയർ ആണ്, സെറ്റാണ്. മനോഹരമായിട്ട് അത് മനസ്സിലാക്കി. അപ്പോൾ എന്താണ് പറയുന്നത്? ഇവിടെ നിങ്ങൾക്ക് വേണ്ട ക്ലാരിറ്റികൾ എന്തൊക്കെയാണ്? ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ നോക്കിയാൽ മതി. അതായത് എയുടെ വാങ്ങിയ വില എ എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബിയുടെ വാങ്ങിയ വില എത്രയാണ്? 192 മൈനസ് എ ആണ്. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചത്? 192 രൂപയ്ക്കാണ് ഇത് രണ്ടും കൂടെ വാങ്ങിച്ചത് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ചോദ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എയുടെ വാങ്ങിയ വില എ ആണെങ്കിൽ ബിയുടെ വാങ്ങിയ വില 192 എ കുറയ്ക്കുന്ന തുല്യമായിരിക്കും. എ വിറ്റപ്പോൾ 20% കിട്ടിയെന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയുടെ 120%. അതായത് 100% കൊടുത്ത് വാങ്ങിച്ച സാധനം വിറ്റുപോയത് 120%-നാണ്. അതായത് ഈ വാങ്ങിയ കോസ്റ്റ് പ്രൈസിന്റെ 120% കിട്ടി എന്ന് പറയുമ്പോൾ 120/100 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 6/5 ഇൻറ്റു എ. ഇനി ബി എന്ന് പറഞ്ഞ സാധനം വിറ്റപ്പോൾ 20% നഷ്ടമാണ് ഉണ്ടായത്. അതായത് 100%-ന് മേടിച്ച സാധനം വിറ്റപ്പോൾ 20% നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ബാക്കിയാണ് കിട്ടിയത് 80%. അതായത് കോസ്റ്റ് പ്രൈസിന്റെ 80%-മേ കിട്ടിയുള്ളൂ. 80/100 ഇൻറ്റു സി പി എന്ന് പറഞ്ഞാൽ 80/100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. അത് വാങ്ങിയ വില എത്രയാണ്? 192 മൈനസ് എ ആണ്. എന്ന് പറഞ്ഞാൽ 4/5 ഇൻറ്റു 192 മൈനസ് എ. അപ്പൊ എ വിറ്റത് എത്ര രൂപയ്ക്കാണ്? 6/5 ഇൻറ്റു എ. ബി വിറ്റത് എത്ര രൂപയ്ക്കാണ്? 4/5 ഇൻറ്റു 192 മൈനസ് എ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇവിടെ ആകെ വിറ്റ വില കിട്ടും. ഇനി ഇവിടെ ആകെ വിറ്റ വില എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? നേരെ തന്നിട്ടില്ല. 192 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം മൊത്തവും വിറ്റ് കഴിഞ്ഞപ്പോൾ 8 രൂപ അധികമായി കയ്യിലേക്ക് കിട്ടി, ലാഭമായി കിട്ടി. അതായത് 192 രൂപയ്ക്ക് മേടിച്ച സാധനം വിറ്റ് കഴിഞ്ഞപ്പോൾ 8 രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ 192 8 കൂടെ കൂട്ടി 200 രൂപയാണ് ഈ കച്ചവടം മുഴുവൻ സംഭവിച്ചു കഴിയുമ്പോൾ വിറ്റ വില. അതായത് ഈ എയും ബിയും പൊരുളുകൾ, ഐറ്റം എയും ഐറ്റം ബിയും മുഴുവൻ വിറ്റുപോയത് 200 രൂപയ്ക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6/5 എ പ്ലസ് 4/5 ഇൻറ്റു 192 മൈനസ് എ എന്ന് പറഞ്ഞാൽ 200 ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2a ഈക്വൽ ടു 232. എയുടെ വില 116 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അത്യാവശ്യം സ്റ്റെപ്പുകൾ ആവശ്യമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. എളുപ്പമുള്ളതാണെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും എളുപ്പമുള്ളതല്ല. ക്ലിയർ ആണ്, സെറ്റാണ്. മനോഹരമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഒരു ചോദ്യം ഷോർട്ട് കട്ട് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ്. പക്ഷെ ആ ഷോർട്ട് കട്ട് എല്ലാവർക്കും അറിയണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുമാത്രമല്ല, ചോദിച്ചിരിക്കുന്ന കാര്യത്തിൽ ചെറിയ ഒരു ട്വിസ്റ്റും കൂടി ഉണ്ട്. നോക്കിക്കേ, 5% വാർഷിക പലിശ നിരക്കിൽ 3 വർഷത്തെ നിക്ഷേപത്തിന് ശേഷം ഒരു നിശ്ചിത തുകയുടെ സംയുക്ത പലിശ ആ തുകയുടെ സാധാരണ പലിശയേക്കാൾ 61 രൂപ കൂടുതലാണ്.
തുക കണ്ടെത്തുക. ചിലപ്പോൾ മലയാളം വായിക്കുമ്പോൾ അത്ര ക്ലിക്കായി എന്ന് വരില്ല. അവിടെ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. After 3 years of investment at 5% per annum, 3 years at 5% annum, the compound interest on a certain amount is 61 rupees more than simple interest. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിനേക്കാൾ 61 rupees കൂടുതലാണ്. ഏത് ഒരു പർട്ടിക്കുലർ എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ട് കണ്ടുപിടിക്കുക. അപ്പം ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? കോമ്പൗണ്ട് ഡിഫറൻസ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 61 ആയിരിക്കും. കാരണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിനേക്കാൾ 61 മോർ ആണെന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 61 ആയിരിക്കും. ഇനി ഇവിടെ നമ്മളോട് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് സാധാരണ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആയിരിക്കാം നമുക്ക് പലപ്പോഴും ചോദിക്കുന്നത്, അല്ലെങ്കിൽ പല രീതികൾ അത് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ ചോദിക്കും, ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കും. എല്ലാ കേസിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും 2 വർഷത്തേക്കാണെങ്കിൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം P × R/100 ഹോൾ സ്ക്വയർ ആണ്. എന്നാൽ 3 വർഷത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 3 വർഷത്തെ ഓർമ്മയുണ്ടോ? ഡിഫറൻസ് ഈക്വൽ P × R/100 ഹോൾ സ്ക്വയർ ഇൻറ്റു 300 പ്ലസ് R/100. ഇതാണ് 3 വർഷത്തേക്കുള്ളത്. ഇവിടെയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് എന്തുണ്ട്? ആ ഡിഫറൻസ് നമുക്ക് തന്നിരിക്കുന്നു. 61 ഈക്വൽ ടു P ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാരണം എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട്, നിക്ഷേപിച്ച തുക എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. P × R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്. 5/100 ഹോൾ സ്ക്വയർ ഇൻറ്റു അടുത്ത് എന്ത് വരും? 300 പ്ലസ് 5/100 എന്ന് വരുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. P × ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ 1/20 ഹോൾ സ്ക്വയർ ഇൻറ്റു 305/100 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെല്ലാം ഇപ്പുറം കൊണ്ടുവരാം. എന്ത് വരും? P ഈക്വൽ ടു 61 ഇൻറ്റു 20യുടെ സ്ക്വയർ ആണ്. അപ്പം 20 × 20 എന്ന് വരും. ഇൻറ്റു ഇവിടെ ഡിനോമിനേറ്റർ 100 ഉണ്ട്. ഹോൾ ഡിവൈഡഡ് ബൈ 305 എന്ന് വരും. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ക്യാൻസൽ ആകും. ഉറപ്പായിട്ടും ഈ ന്യൂമറേറ്ററിനെ ന്യൂമറേറ്ററിനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യുമെന്ന് ഉറപ്പിക്കാം. അപ്പൊ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇത് നോക്കിക്കോ, ഇവിടെ 61 × 5 അങ്ങനെ വരുമ്പോൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഈ 20 അതിന്റെ ഒന്നും മൾട്ടിപ്പിൾ അല്ല 305. അപ്പൊ ഇവിടെ പിന്നെ ആരെ നിൽക്കുന്നുള്ളൂ? 61 ഉണ്ട്, അവന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ദേ നോക്കിക്കേ 305. ക്യാൻസൽ. ഇവിടെ 5 വന്നു, വീണ്ടും ക്യാൻസൽ ചെയ്യാം. 5ഉം 20 കൂടെ ക്യാൻസൽ ചെയ്തു. ഇവിടെ 4 വരുന്നു. 4 × 20 80. 80 × 100 8000 എന്ന് വരും. 8000. ഓപ്ഷൻ സി. ഓപ്ഷൻ ക്യാൻസലേഷൻ വെച്ച് ചെയ്യാം, പക്ഷേ സിയിലാണ് നമ്മുടെ ഉത്തരം കിടക്കുന്നത്. അതുകൊണ്ട് അത് ചെയ്തു വരുമ്പോൾ ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ടൈം ഇക്വേഷൻ കോൺസെപ്റ്റ്. ഇവിടെ ഇക്വേഷൻ അറിയുന്നവനാണ് രാജാവ്. അവൻ എന്ത് ലാഭിക്കും? സമയം ലാഭിക്കും, മുമ്പോട്ട് പോകും. ക്ലിയർ ആണല്ലോ? ഓരോ ചോദ്യങ്ങളിലും ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ആളാണ് എപ്പോഴും രക്ഷപ്പെട്ടിട്ടുണ്ടാകുക. ഇവിടെ നോക്കുക, ഇവിടെ എന്താണ്? ടൈം ഇക്വേഷൻ കോൺസെപ്റ്റ്. ഇവിടെ കോൺസെപ്റ്റ് അറിയാവുന്നവനാണ് ഹീറോ, അവൻ ടൈം ലാഭിക്കും. ഇനി തൊട്ട് മുമ്പിലെ ചോദ്യം എടുത്തു കഴിഞ്ഞാൽ ടൈം ഇക്വേഷൻ കോൺസെപ്റ്റ് അറിയാവുന്നവനാണ് ഹീറോ. ഇവിടെ ടൈം ഇക്വേഷൻ കോൺസെപ്റ്റ്, ഇവിടെ എന്താണ്? ടൈമും കോൺസെപ്റ്റുമാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ കൃത്യമായിട്ട് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ടൈം നമുക്ക് ലാഭിക്കാം. ഓരോ ചോദ്യത്തിനും ഓരോ രീതിയാണ്. കണ്ടോ? ഈ ചോദ്യത്തെ സംബന്ധിച്ച് ഈ ഇക്വേഷൻ അറിയാവുന്ന ആളാണ് അവിടുത്തെ ഹീറോ. അതുകൊണ്ട് ഈ തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് അത് കൃത്യമായിട്ട് നോക്കി വെച്ചോളുക. ക്ലിയർ ആണല്ലോ? ശരി, ഇനി നിങ്ങളെല്ലാവരും ഇതിനോടൊക്കെ അറിഞ്ഞു കാണും. സൂപ്പർ നോട്ട്സിൽ നമ്മൾ ഡിഗ്രി പ്രിലിംസ് അടിപൊളിയായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. നമ്മുടെ കൃത്യമായ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു കട്ട് ഓഫ് കടന്നു കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? നമുക്ക് വരാൻ പോകുന്ന മെയിൻസിന് വേണ്ടി, പ്രിലിംസ് കിടക്കാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ ഈ പടാപ്പടെല്ലാം പെട്ടത്. ആ മെയിൻസ് ഡെഡിക്കേറ്റഡ് ആയിട്ട്, വീണ്ടും ഞാൻ പറയുന്നു, ഡെഡിക്കേറ്റഡ് ആയിട്ട്
ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് ഒരു അവസരം തരികയാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, SBCIDക്ക് വേണ്ടിയിട്ട് ഡിഗ്രി റാങ്ക് ഫാക്ടറി മെയിൻസ് ബാച്ച് ഉണ്ട്. അതുപോലെ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, ഫോഴ്സ് ലെവലിന് വേണ്ടിയിട്ടുള്ള ഡിഗ്രി റാങ്ക് ഫാക്ടറി 2 ബാച്ചുകളുണ്ട്. മെയിൻസിന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഏറ്റവും അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളും നോട്ടുകളും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മെന്റർഷിപ്പുകളും സ്ട്രാറ്റജി സെഷനുകളും അടങ്ങുന്ന ക്ലാസ്സുകളും സപ്പോർട്ടുമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. കാരണം ഇനി അങ്ങോട്ട് നമുക്ക് കളയാൻ ഒരു തുള്ളി സമയം പോലുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് 8281223366 എന്ന നമ്പറിലേക്ക് വിളിച്ച് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോ. കാരണം ഈ കടമ്പ ചാടിക്കടന്നിരിക്കുന്നത് ആവശ്യക്കാർ മാത്രമാണ്. ആ ആവശ്യക്കാരന് ഏറ്റവും മനോഹരമായിട്ട് അവന്റെ ആഗ്രഹം, സ്വപ്നം നേടിയെടുക്കാൻ ഈ 2 ബാച്ചുകളും അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് സൂപ്പർ നോട്ട്സിന്റെ വാക്കാണ്. അത് ഉറപ്പായിട്ടും ഇവിടെ പാലിച്ചിരിക്കും. നിങ്ങൾക്ക് ആ ജോലി ഏറ്റവും മനോഹരമായിട്ട് നേടാനും സാധിക്കും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. നോക്കിക്കേടാ, അടുത്ത ചോദ്യം. 3 സംഖ്യകൾ തമ്മിലുള്ള അനുപാതം 2, 3, 4. അവയുടെ ആകെത്തുക 27മാണ്. 3 സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം അറിയാനായിട്ട് എപ്പോഴും നിങ്ങൾക്കറിയാം, 3 സംഖ്യകളുടെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ സംഖ്യകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 2, 3, 4 എന്നല്ല. കാരണം ഇതിൻ്റെ അകത്തുള്ള പൊതുവായ ഘടകങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ലഘൂകരിച്ച രൂപമാണ് സംഖ്യകളുടെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? 2x, ചുമ്മാ എടുത്തതാണ്, 2ന്റെ ഗുണിതം. ഈ 3ന് താഴെയുള്ള സംഖ്യ 3ന്റെ ഗുണിതമായിരിക്കും. 4ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സംഖ്യ 4ന്റെ ഗുണിതമായിരിക്കും. ഇതാണ് ആ സംഖ്യകൾ. 2, 3, 4 എന്നാണ് 3 സംഖ്യകളുടെ റേഷ്യോ എങ്കിൽ സംഖ്യകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ 2x, 3x, 4x എന്നതായിരിക്കും. അവയുടെ തുക 27 ആണ്. അപ്പൊ 2x + 3x + 4x എന്ന് പറഞ്ഞാൽ 27 ആണ്. ഇതിൽ നിന്ന് പറയാം 2, 3, 5, 5, 4, 9, 9x എന്ന് പറയുന്നത് 27 ആകുന്നു. ഇതും വെട്ടുമ്പോൾ 3 എന്ന് വരും. എക്സിന്റെ വില 3 എന്നതാണ്. എക്സിന്റെ വില എത്രയാണ്? 3 എന്നതാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഗുണനമാണ് അല്ലെ. 2x × 3x × 4x എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2 × 3 × 4, ഇപ്പൊ 2 × 3 എത്ര വരും? 6 എന്ന് വരും. 6 × 4 24 എന്ന് വരും. x ക്യൂബ് എന്ന് വരും. അപ്പൊ 24 × 3ന്റെ ക്യൂബ് എന്ന് പറയാൻ എത്ര വരും? 3 × 3 9, 9 × 3 27. അപ്പൊ 24 × 27 എന്ന് വരും. 2 അക്ക സംഖ്യകളെ ഗുണിക്കുന്ന ഓൾറെഡി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 7 4 എത്രയാണ്? 28. 7 4 28. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇത് ഉറപ്പായിട്ടും എന്തായിരിക്കും? 400നേക്കാൾ മുകളിലുള്ള ഒരു സംഖ്യ ആയിരിക്കും. 400നേക്കാൾ മുകളിൽ വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. എന്താണ്? ഓപ്ഷൻ ഡി 648 ആണ്. ഇനി അത് ചെയ്യാൻ അറിയാമല്ലെങ്കിൽ 2 × 2 0 4. ഇനി എന്ത് ചെയ്യുക? 7 2 14, 4 2 8, 14 8 22, 648 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി എന്നതായിരിക്കും നമ്മുടെ ആൻസർ. ലളിതമായിട്ട് നേരെ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇതിന് ഒരു ഡിഫിക്കൽട്ടിയും ഇല്ല. നേരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യവും നേരിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. ആനന്ദ് ബോലയുടെ 3 ഇരട്ടി നല്ല ജോലിക്കാരനാണ്. ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഒരാൾ മറ്റേ ആളെക്കാൾ 2 ഇരട്ടി നന്നായിട്ട് ജോലി ചെയ്യുന്നു, 3 ഇരട്ടി നന്നായിട്ട് ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ റേഷ്യോ ആണ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ സ്ട്രാറ്റജി. അല്ലാതെയും ചെയ്യാം, പക്ഷെ റേഷ്യോ ആണ് ഏറ്റവും എളുപ്പത്തിൽ അവിടെ ഉത്തരം നൽകുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നോക്കിക്കേ, അവർ ഒരുമിച്ച് ഒരു ജോലി 15 ദിവസം കൊണ്ട് തീർക്കും. ബോല മാത്രം എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആനന്ദ് is thrice as good a workman as ബോല. ആനന്ദ് ബോലയേക്കാൾ 3 മടങ്ങ് ജോലി ചെയ്യുന്നു. അപ്പൊ ആനന്ദ് ബോല. ഓക്കെ ആണല്ലോ. അപ്പൊ ബോല ചെയ്യുന്നതിന്റെ 3 മടങ്ങ്. ബോല 1 യൂണിറ്റ് ചെയ്താൽ ആനന്ദ് 3 യൂണിറ്റ് ചെയ്യും. അപ്പൊ 3:1 എന്നതാണ് എന്ത്? ഇവരുടെ എഫിഷ്യൻസി. നോക്കിക്കേ, കഴിവാണ്. ക്ലിയർ ആണല്ലോ. കഴിവ്, എഫിഷ്യൻസി റേഷ്യോ ആണ് 3:1 എന്ന് പറയുന്നത്. എഫിഷ്യൻസി. ഇനി എന്താ പറയുന്നത്? അവർ ഒരുമിച്ച് they together finish a piece of work in 14 days. അപ്പൊ ഇവരുടെ 2 പേരുടെ കഴിവ്, ആനന്ദ് പ്ലസ് ബോലയുടെ കഴിവ് എത്രയാണ്? 3 + 1 = 4 ആണ്. ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ 4 ആണ് അവരുടെ കഴിവ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടത്തെ ടോട്ടൽ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയാം. വർക്ക്, ടൈം, എഫിഷ്യൻസി. ഒരു ജോലി എന്ന് പറയുന്നത് ഒരാളുടെ കഴിവിനെയും അയാൾ എത്ര ദിവസം എടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി ഇൻറ്റു ആകെ എത്ര ദിവസം ജോലി ചെയ്തു, ഇത് രണ്ടും കൂടെ ഗുണിച്ചു കഴിയുമ്പോൾ ആകെ ചെയ്ത ജോലി കിട്ടും. ഒരാൾ ഒരു ദിവസം എത്ര ജോലി ചെയ്യും,
പിന്നെ എത്ര ദിവസം ജോലി ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ ഒരു ദിവസം ചെയ്ത ജോലി ഇൻറ്റു ചെയ്ത ദിവസങ്ങളുടെ എണ്ണം രണ്ടും കൂടെ ഗുണിച്ചു കഴിയുമ്പോൾ ആകെ ചെയ്ത ജോലി കിട്ടും. അപ്പൊ ഇവിടെ ആകെ കഴിവ് 4 രണ്ടുപേരും ഒരു ദിവസം 4 യൂണിറ്റ് ജോലി ചെയ്യുന്നു. ഇനി എത്ര ദിവസത്തേക്കാണ് ചെയ്യുന്നത്? 15 ദിവസത്തേക്ക്. അപ്പൊ ഒരു ദിവസം 4 യൂണിറ്റ് ജോലി വെച്ച് 15 ദിവസത്തേക്ക് ചെയ്ത ആകെ ജോലി എന്ന് പറയുന്നത് 60 ആയിരിക്കും. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 60 ആയിരിക്കും. നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ബോലയുടെ മാത്രം കഴിവ്. ബോലയുടെ കഴിവ് എന്താണ്? 1. അപ്പൊ കഴിവ് കാണാൻ ആകെ ജോലി ബൈ ആകെ നമുക്ക് ഡേയ്സ് അല്ലേ കാണേണ്ടത്? ഡേയ്സ്. ബോല എത്ര ദിവസം കൊണ്ട്? ബോല ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? അപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. ആകെ ജോലി ബൈ ആകെ കഴിവ്. ബോല ആകെ ജോലി എത്രയാണ് ചെയ്യേണ്ടത്? 60 ആണ്. ആകെ കഴിവ് എത്രയാണ് ബോലയുടെ? 1. 60/1 60 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 60 എന്നതായിരിക്കും ആൻസർ. ക്ലിയർ ആണല്ലോ? ഈ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ചോദ്യമാണ്, ഒരു ബുദ്ധിമുട്ടും അവിടെ ഇല്ല. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം ഈ ഒരു ചോദ്യത്തിന് സ്റ്റാർ ഉണ്ട്, ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉള്ള ആളാണ് ഇവിടെ ഹീറോ. സിമ്പിൾ ചോദ്യമാണ്. നോക്കിക്കോ, ശരാശരിയിൽ നിന്നും വന്ന 2 ചോദ്യങ്ങളും ആ കോൺസെപ്റ്റിനെ മനോഹരമായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾ മാത്രം. അല്ലാതെ ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ ശരാശരി, ഇരട്ട സംഖ്യയുടെ ശരാശരി, ആ ശരാശരി, അത് ഇത് മറ്റത് മറിച്ചത് വ്യത്യാസം 2n-1 അത് മാത്രം പഠിച്ചിട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയാം. ഞാൻ ആപ്പിലായിക്കോട്ടെ യൂട്യൂബിൽ വഴി ആയിക്കോട്ടെ എപ്പോഴും ശരാശരിയുടെ ഒരു ചോദ്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും സൈഡിൽ എഴുതിയിടും ആവറേജ് ഈക്വൽ ടു സം ബൈ നമ്പർ. ശരാശരി എന്ന് പറഞ്ഞാൽ ആകെ തുക ബൈ ആകെ എണ്ണം എന്ന് എപ്പോഴും ഞാൻ എഴുതിയിടും. എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ മനസ്സിൽ ആ കാര്യം എപ്പോഴും കിടക്കണം. 2 സംഖ്യകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 2 സംഖ്യകൾ അവയുടെ ശരാശരി a ഇൻറ്റു ബി ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 2 സംഖ്യകൾ എണ്ണം കിട്ടി. ഒരു സംഖ്യ a ആണെങ്കിൽ മറ്റൊന്ന് ഏത്? അപ്പൊ നോക്ക, ഒരു സംഖ്യ a ആണ്, മറ്റേ സംഖ്യ ഏതെന്ന് അറിയത്തില്ല. ക്ലിയർ ആണല്ലോ? ഒരു സംഖ്യ ഏതാണടാ? a ആണ്, മറ്റേ സംഖ്യ ഏത് എന്ന് അറിയത്തില്ല. അവയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ a പ്ലസ് രണ്ടാമത്തെ സംഖ്യ ബൈ 2 എന്ന് പറയുന്നത് ആണ് എത്ര? a ഇൻറ്റു ബി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവനെ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, സം എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ഇൻറ്റു നമ്പർ ആണ്, ശരാശരി ഇൻറ്റു എണ്ണമാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും സം എന്ന് പറഞ്ഞാൽ ശരാശരി എത്രയാണ്? ശരാശരി a ഇൻറ്റു ബി ആണ്, ഇൻറ്റു എണ്ണം എത്രയാണ്? 2 ആണ്. അപ്പൊ 2ab. ആ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 2ab എന്ന് എഴുതാൻ പറ്റും. ഒരു സംഖ്യ a ആണ്, മറ്റേ സംഖ്യ അറിയത്തില്ല, അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2ab കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ആ രണ്ടാമത്തെ സംഖ്യ x എന്ന് വിളിക്കാം. അതിന് എന്തെന്ന് പറയാൻ പറ്റും? 2ab മൈനസ് a എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓപ്ഷൻ എ എന്നതായിരിക്കും ഉത്തരം. ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടെ പറയാണ്, ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെയും കൂടെ എഴുതാനായിട്ട് പറ്റും കേട്ടോ. 2 ഇൻറ്റു a ഇൻറ്റു b മൈനസ് 1. ഇതാരും ചിലപ്പോൾ ശ്രദ്ധിച്ചോ പറഞ്ഞോ കാണത്തില്ല. ഇങ്ങനെ കൂടി ഇവനെ കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, വെറുതെ അങ്ങ് അവഗണിച്ച് കളയരുത്. ഇവന്റെ കൂടെ ഒരു 2 കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഉത്തരമായി മാറിയേനെ. ഇവിടെ 2 ഇല്ല, ഇവിടെ 2 വന്നിരുന്നെങ്കിൽ ഇവൻ ഉത്തരമായി മാറിയേനെ. വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ചെറിയൊരു മാറ്റം കൊണ്ട് ഉത്തരം മാറും. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക, 2 ഇൻറ്റു a 2a ഇൻറ്റു b മൈനസ് 1 എന്നത് ഉത്തരമാണ്. 2ab മൈനസ് a എന്നുള്ളതും ഉത്തരമാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടത്തെ ശരിയായ ഉത്തരം ഏതാണടാ? ഇവിടത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ എ തന്നെയാണ്. ഇവിടെ a ഇൻറ്റു ബി മൈനസ് 1 എന്നാണ്, 2 മിസ്സിംഗ് ആണ്. ക്ലിയർ അല്ലേ? ശരി. അപ്പോൾ അതും നല്ലൊരു ചോദ്യമാണ്. കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ചോദ്യം തന്നെയായിരുന്നു. അടുത്ത ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള അടുത്ത കാര്യം, ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള, ഇതിനു മുമ്പുള്ള ക്ലാസ് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞിട്ടില്ല എന്നാരെങ്കിലും തെളിവോടുകൂടി എൻ്റെ മുമ്പിൽ വരികയാണെങ്കിൽ അവർക്ക് ഞാൻ 1024 രൂപ ഗൂഗിൾ പേ ചെയ്ത് തരും. കാരണം 2ന്റെ ആദ്യത്തെ 10 പവറുകൾ, 2ന്റെ ആദ്യത്തെ 10 പവറുകൾ പഠിക്കണമെന്ന് ഉറപ്പിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് അറിയാകുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അതും ബുദ്ധിമുട്ടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2/5 2/10 പഠിച്ചു വെച്ചിരിക്കുക. 2/5 32 ആണ്. 2/10 എന്ന് പറയുന്നത് 1024 ആണ്. അപ്പൊ 2x ഈക്വൽ ടു 1024 വരെ 2/10 എന്ന് എഴുതാനായിട്ട് പറ്റും. a/m ഈക്വൽ b/n ആയാൽ m ഈക്വൽ n ആകും.
പാട്ടുപാടി നമ്മൾ പഠിച്ചാലേടാ. എന്ത് വരും? x=10 എന്ന് വരും. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആണേ? ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കിക്കേ. 3 ഡയമെൻഷണൽ ജോമെട്രിയുടെ കഴിഞ്ഞ ദിവസം എക്സാമിന് തലേന്ന് 2 ദിവസം മുമ്പ് ഫുൾ ഫോർമുല നമ്മൾ പഠിച്ച കൂട്ടത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ഒരു ക്യൂബോയിഡ് ചതുരക്കട്ടയുടെ വ്യാപ്തം വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നതാണ്. അത് വെച്ചൊരു ചോദ്യം വരുമെന്ന് പറഞ്ഞിരുന്നു. കണ്ടവർക്ക് അത് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ദാ ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ ദാ ഇതാണ് സാധനം. ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. ദാ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ. ഇനി നോക്കുക, ദേ ഇതാണ് ക്യൂബോയിഡിന്റെ ലെങ്ത്, ഇതാണ് ക്യൂബോയിഡിന്റെ ബ്രെഡ്ത്ത്, ഇനിതാ ഇതാണ് ക്യൂബോയിഡിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണടാ പറയുന്നത്? ദ ഹൈറ്റ് ഓഫ് ദ ക്യൂബോയിഡ് whose volume is 225 മീറ്റർ ക്യൂബ്. വോളിയം 225 മീറ്റർ ക്യൂബാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ടെസ്റ്റ് കൊടുക്കും. ഒരു സ്ഥലത്ത് മീറ്ററും മറ്റൊരു സ്ഥലത്ത് സെന്റിമീറ്ററും. അങ്ങനെയെങ്കിൽ ഒരേ യൂണിറ്റിലേക്ക് മാറ്റിയിട്ടേ ചെയ്യാവുള്ളൂ. ഇത്തരം ഒരു ട്വിസ്റ്റ് ഇനി പ്രതീക്ഷിക്കാം. ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ വോളിയം 225 മീറ്റർ ക്യൂബാണ്. ഇനി ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു 3 ഡയമെൻഷണൽ ഫിഗർ, ചതുരക്കട്ട ആയിക്കോട്ടെ സമചതുരക്കട്ട ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ, തറയിൽ തൊടുന്ന ഭാഗത്തെയാണ് ബേസ് എന്ന് പറയുന്നത്. തറയിൽ തൊടുന്നതിന്റെ ഏരിയ ബേസ് ഏരിയ. ദാ നോക്കുക, ഇവിടത്തെ ബേസ് എന്ന് പറഞ്ഞാൽ ദാ ഇതാണ്. ഈ ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്താണടാ? 25 പറഞ്ഞിരിക്കുന്നു. ബേസ് ഏരിയ 25 മീറ്റർ സ്ക്വയർ. ഈ ബേസിനെ ഞാൻ ഇങ്ങോട്ടൊന്ന് എടുത്തു വെച്ച് നിങ്ങളുടെ നേരെ കാണിച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അതൊരു റെക്റ്റാങ്കിൾ ആയിരിക്കും. ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ L/B ആണ്. അപ്പൊ എന്താണ് തന്നിരിക്കുന്നത്? L/B ആണ് ഈ പറയുന്ന 25. ക്ലിയർ ആണ്? L/B ആണ് ഈ പറയുന്ന 25. ഇനി നമുക്കറിയാം വോളിയം എന്ന് പറഞ്ഞാൽ L/B/H ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. നമുക്കറിയാം വോളിയം എത്രയാണടാ? 225. ഈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് നമുക്ക് തന്നിരിക്കുന്ന എന്ത് എന്ന് പറയുന്നത്? ബേസ് ഏരിയ എന്ന് പറയുന്നത്. അത് 25 എന്നറിയാം. അപ്പൊ 25 ഇൻറ്റു H എന്ന് വരും. ഈ ഒരു ഐഡിയ നമുക്ക് നേരെ ലെങ്തും ബ്രെഡ്ത്ത് തന്നിട്ടില്ല, ബേസ് ഏരിയ തന്നിട്ടുണ്ട്. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഒരു കീബോർഡിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ബേസ് ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അപ്പൊ ഇനി എന്ത് ചെയ്യാം? ദാ ഇതും ഇതും കൂടെ വെട്ടാം. എത്ര വരും? 25ന്റെ ഗുണനപ്പട്ടിക പഠിക്കണമെന്ന് ഞാൻ ഘോരം പറഞ്ഞിട്ടുള്ള, ഇത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരാൾക്ക് ദേ എന്റെ കൈ കിടക്കുന്ന ഈ മോതിരം ഞാൻ തരും. 25ന്റെ ഗുണനപ്പട്ടിക പഠിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചാൽ 25ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാണ് കേരള PSC. അത് വിട്ടവൻ ഒരു കളിയില്ല. അപ്പൊ ദാ നോക്കുക, 25 × 9 ആണ് എന്തെന്ന് പറയുന്നത്? 225. സോ ഹൈറ്റ് ഈക്വൽ ടു 9. 25ന്റെ ഗുണനപ്പട്ടിക അറിയാവുന്ന ഒരാൾ പെട്ടെന്ന് ഉത്തരം എഴുതും 9 എന്ന്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓരോ ചോദ്യത്തിലും ഇനി അങ്ങോട്ട് വേണ്ട സ്ട്രാറ്റജികൾ പറയുന്നുണ്ട്. ഇനി നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട ബേസ് എന്താണ്? നമ്പർ സിസ്റ്റത്തിലെ 2 മുതൽ 11 വരെയുള്ള 15 വരെയുള്ള സംഖ്യകളുടെ ഹരണം പഠിച്ചു. ഒരു സംഖ്യയെ 12 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് എങ്ങനെ? 13 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് എങ്ങനെ? അതുപോലെ 14 കൊണ്ട് എങ്ങനെ? പിന്നെ 15 കൊണ്ട് എങ്ങനെ എന്നുള്ളത് കൂടെ പഠിച്ചു. 14 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ഒരു സംഖ്യ 2 കൊണ്ടും 7 കൊണ്ട് പറ്റുമെങ്കിൽ 14 കൊണ്ട് പറ്റും. ഒരു സംഖ്യ 3 കൊണ്ടും 5 കൊണ്ടും പറ്റുമെങ്കിൽ 15 കൊണ്ട് പറ്റും. ഒരു സംഖ്യ 3 കൊണ്ടും 4 കൊണ്ടും പറ്റുമെങ്കിൽ അതിനെ 12 കൊണ്ടും പറ്റും. 13 ഒരു പ്രൈം നമ്പർ ആണ്, അവിടെ പ്രശ്നമില്ല. ഓക്കെ ആണല്ലോ? അപ്പം അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ പഠിക്കേണ്ടത് ആദ്യത്തെ 2ന്റെ ആദ്യത്തെ 10 പവറുകൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. 3ന്റെ ആദ്യത്തെ 8 പവറുകൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. 5ന്റെ ആദ്യത്തെ 5 പവറുകൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. 25ന്റെ 25 വരെയുള്ള സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളുകൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ ഇനി അടുത്ത നിങ്ങൾ പഠിക്കേണ്ടത് സ്പിയറിന്റെ സാധനം പഠിച്ചു വെച്ചോ. 3 ഡയമെൻഷന് വേണ്ടിയിട്ടുള്ള സ്പിയർ, ഹെമിസ്പിയർ, കോണ് പഠിച്ചു വെച്ചോ. സിലിണ്ടറും കൂടെ സ്പിയർ, ഹെമിസ്പിയർ, കോണ്, സിലിണ്ടർ പഠിച്ചു വെച്ചോ. അതിൽ നിന്നുമായിരിക്കും അടുത്തൊരു ജാമതീയ 3D ചോദ്യം വരുന്നുണ്ടെങ്കിൽ വരിക. സെറ്റാണ്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം ദേ നോക്കിക്കേ, ഉറപ്പായിട്ടും എല്ലാവരും ശരിയാക്കുന്ന ഒരു ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ശരിയാക്കുന്ന ഒരു ചോദ്യം. എല്ലാവരും ശരിയാക്കുന്ന ചോദ്യം ശരിയാക്കുന്നിടത്തല്ല ഹീറോയിസം.
എല്ലാവരും തെറ്റിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ ശരിയാക്കിയാൽ അവിടെ നിങ്ങൾ ഡബിൾ ഹീറോ ആവും. കാരണം കോമൺ മാൻ എന്ന് പറയുന്ന എല്ലാം ശരിയാക്കും. അപ്പൊ നിങ്ങളത് ശരിയാക്കിയാൽ നിങ്ങളും കോമൺ മാൻ ആണ്. ഓക്കെ, പക്ഷേ എല്ലാവരും ശരിയാക്കാത്ത ഒരു ചോദ്യം ശരിയാക്കുമ്പോൾ അവിടെയാണ് നിങ്ങൾ ഒന്ന് കയറി വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്, ശരി. അപ്പൊ ഈ ഒരു ചോദ്യം നോക്കിക്കേ. ഹൗ മെനി ടേംസ് ആർ ദെയർ ഇൻ ദ AP? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എത്ര പദങ്ങളുണ്ട്? നിങ്ങൾക്കറിയാം, പദങ്ങൾ കാണാൻ വേണ്ടി അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഇത് AP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ പദങ്ങളുടെ എണ്ണം? അവസാന പദം എത്രയാണടാ? 100 ആണ്. 100 മൈനസ് ആദ്യ പദം എത്രയാണടാ? 4 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം എത്രയാണ്? 4 3 7, 7 3 10, അപ്പൊ 3 ആണ്. പ്ലസ് 1 എന്ന് വരും. എത്ര വരും? 96 ബൈ 3 പ്ലസ് 1 എന്ന് വരും. ഇതിനെ കാണാൻ നിങ്ങൾക്ക് പാടാണെങ്കിൽ 90 പ്ലസ് 6 ബൈ 3 എന്ന് കാണാം. 90 ബൈ 3 30 പ്ലസ് 6 ബൈ 3 2 എന്ത് വരും? 32 പ്ലസ് 1 എന്ന് വരും. 33 പദങ്ങൾ ഉണ്ട്. 4 മുതൽ 100 വരെ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ടടാ? 33 പദങ്ങളുണ്ട്. 33 പദങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത പ്രാവശ്യം ചോദിക്കുന്നത് 2 പദങ്ങൾ തന്നിട്ട് പൊതുവ്യത്യാസം കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ 2 പദങ്ങൾ തന്നിട്ട് അവയുടെ തുക കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിക്കും. അതായത് എമ്മാം പദം എന്നാം പദം തന്നിട്ട് M പ്ലസ് എന്നാം പദം എത്രയാണെന്നുള്ളത് ചോദിക്കുന്ന ഒരു രീതി. അങ്ങനെ പല സ്ട്രാറ്റജികൾ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് റിവിഷൻ ചെയ്തോണം. ഓൾറെഡി അത് നമ്മൾ വീണ്ടും ഫോർമുല ചാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ശരി, അടുത്ത ചോദ്യം നോക്കിക്കേ. വിച്ച് വൺ ഈസ് ദ ലാർജസ്റ്റ്? കൃത്യംഗങ്ങൾ എന്ന പോർഷൻ ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്, തൊപ്പിയുള്ളവൻ പവർ കൂടുതലാണ്. തൊപ്പിയുള്ളവൻ എപ്പോഴും ഉണ്ടാകും. എന്തുണ്ടാകും? പവർ ഉണ്ടാകും. നിങ്ങൾ പോലീസ് ചിന്തിച്ചാൽ മതി. തൊപ്പിയുള്ളവന് പവർ തൊപ്പിയുടെ കനം കൂടുന്തോറും പവർ കൂടിക്കൂടി വരും. തൊപ്പിയുള്ളവന് പവർ ഉണ്ട്. തൊപ്പിയുടെ കനം കൂടുമ്പോ പവറും കൂടും. ഓക്കെ ആണല്ലോ? അങ്ങനെ ചിന്തിച്ചേ. 2/22 2/2 222 ഇനി നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഇത് മൂന്നിലേതെങ്കിലും ഒന്നായിരിക്കും ഉറപ്പിക്കാനായിട്ട് പറ്റും അല്ലേ? ഇത് 3 1 എന്ന് പറയുമ്പോൾ ഇതാ നോക്കുക. 2/22 ഇവിടെ 2/2 4 വരുന്നത്. 2/4 22/2. നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. 2/10 എന്ന് പറയുന്നത് തന്നെ 1024 അപ്പൊ 2/22 അതിന്റെ അപ്പുറമായിരിക്കും. അത്ര എന്തായാലും 2/4 വരില്ല. 22ന്റെ സ്ക്വയറും ഒരു കാരണവശാലും അത്രയും വരില്ല. 400നും 500നും ഇടയിലാണ് 222ന്റെ സ്ക്വയർ വരുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ആരാണ്? 2/22. നിങ്ങൾ ഇത്രയും ചിന്തിച്ചോ. പവർ കൂടുന്തോറും സംഖ്യ വലുതാകും. പവർ കൂടുന്തോറും സംഖ്യ വലുതാകും. ഇവനെ നോക്കിക്കോ. ഇവൻ അങ്ങനെയല്ല കേട്ടോ. 2/2 എന്ന് പറയുമ്പോൾ ഇത് 2/2 എന്താ വരും? 2/4 എന്ന് വരുള്ളൂ. ഈ 2/22 എന്ന് വരുമ്പോൾ 22 4 തമ്മിൽ ഏതാണ് വലുത്? ഇതാണ് വലുത്. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ആ ഒരു സാധനം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയായിരുന്നു. ഓക്കെ ആണ്? ക്ലിയർ ആണല്ലോ അല്ലേ? ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ബോട്ട് മാസ് വെച്ചിട്ട് ചെയ്യുന്ന ചോദ്യം. ബോട്ട് മാസിന്റെ ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ്. എന്നാൽ ഈ തവണ 2 ചോദ്യങ്ങൾ വന്നു. ബോട്ട് മാസുമായി ബന്ധപ്പെടുത്തി 2 ചോദ്യങ്ങളാണ് വന്നത്. ഇതെങ്ങനെ ചെയ്യാന്ന് നോക്കിക്കേ. 1/4 പ്ലസ് 1/4 ഡിവൈഡഡ് ബൈ 1/4 ഇൻറ്റു 1/4 മൈനസ് 1/4. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. ബോട്ട് മാസ് വെച്ചിട്ട് എന്താണ്? ആദ്യം ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. അപ്പൊ ഡിവിഷൻ ഉള്ളത് എവിടെയാ നോക്കുക. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവന്മാരെ ആദ്യം അങ്ങ് ഓപ്പറേറ്റ് ചെയ്യുക. ബാക്കി എല്ലാം അതുപോലെ തന്നെ നിൽക്കും. 1/4 പ്ലസ് 1/4 ബൈ 1/4. ഒരേ സംഖ്യകൾ തമ്മിൽ ഹരിച്ചാൽ ഫ്രാക്ഷൻ ആണെന്നുള്ളത് നിങ്ങൾ വിട്ടേക്ക്. വേറെ ഒന്നും ചിന്തിക്കണ്ട. 1/4 സെയിം സംഖ്യകളെ ഹരിച്ചാൽ എപ്പോഴും ഉത്തരം എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ 1 വരും. 1 ഇൻറ്റു ഇവിടെ 1/4 മൈനസ് 1/4. ഇനി എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവന് വേണം പ്രാതിനിധ്യം കൊടുക്കാൻ. ഗുണനത്തിന്റെ അപ്പുറം ഇപ്പുറം ഉള്ളതാരാണ്? ഇവരാണ്. അപ്പൊ അവരെ ചെയ്യുക. 1/4 പ്ലസ് 1 ഇൻറ്റു 1/4 എന്ന് പറഞ്ഞാൽ 1/4 തന്നെ മൈനസ് 1/4. ഓക്കെ ആണല്ലോ? ഇനി ഇതാ നോക്കുക. ഇത് പല രീതിയിൽ ചെയ്യാം. ഇതാ നോക്കുക. 1/4 മൈനസ് 1/4 എന്തായി പോയി? ഇത് 0 പോകും. 1/4 പ്ലസ് 1/4 ഇനി ചിലർ ഇങ്ങനെ 2/4 മൈനസ് 1/4 ഈക്വൽ ടു 1/4 എന്ന് എഴുതുന്നവരുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ചോദ്യത്തിന്റെ അവസാനം പ്ലസും മൈനസും മാത്രമേ ഉള്ളെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് ഓർഡർ ചെയ്യാം. 1/4 പ്ലസ് 1/4 ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ നമ്മൾ കൂട്ടി 2/4 മൈനസ് 1/4 ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 4 ഇട്ടു 2 മൈനസ് 1 1/4 എന്നതായിരിക്കും ഉത്തരം. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ഉത്തരം. ക്ലിയർ ആണേടാ? സെറ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്തത്
ഫൈൻഡ് ഔട്ട് ദ റോങ് നമ്പർ ഇൻ ദ നമ്പർ സീരീസ്. സംഖ്യാപരമ്പരയിലെ തെറ്റായ സംഖ്യയെ കണ്ടുപിടിക്കുക. നാളെ ഇതുവരെ വന്നുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഒരു സീരീസ് തരും, എന്നിട്ട് തൊട്ടടുത്ത നമ്പറിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും നമ്പറിനെ കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ? ഇത് നോക്കിക്കേ, ഓട് വണ്ണിന്റെ കൂട്ട് പിടിച്ചിട്ട് തെറ്റായി നിൽക്കുന്നവനെ കണ്ടുപിടിക്കുക. അപ്പം ഈ ശ്രേണിക്കകത്തുള്ള കണക്ഷനിൽ ഏതോ ഒരാള് മിസ്പ്ലേസ് ആയിട്ട് ഇരിപ്പുണ്ട്, തെറ്റായിട്ട് വന്നിട്ടുണ്ട്, അവനെ വേണം നമ്മൾ തൂക്കാൻ. എങ്ങനെ തൂക്കും? അത്തരത്തിലൊരു ഹൈബ്രിഡ് ചോദ്യമാണിത്. അതുകൊണ്ട് ആ ചോദ്യം സ്റ്റാർ കാറ്റഗറി വരാൻ എന്തുകൊണ്ടും യോഗ്യനാണ്. അതാ നോക്കിക്കോ, 6, 5, 28, 44, 66, 91 അല്ലെ? 6 എങ്ങനെയാണ് 6 15? 6 എങ്ങനെ 15 ആയി? 9 കൂടി 15 ആയി. ഇനി 15 എങ്ങനെ 28 ആയി? 13 കൂടി 28 ആയി അല്ലെ? അപ്പൊ അടുത്തത് എങ്ങനെയാണ്? 28 44 ആയി. 28 എങ്ങനെയാണ് 44 ആയത്? 28ഉം 16ഉം കൂടെ കൂടുമ്പോഴാണ് 44 വരുന്നത് അല്ലെ? ഇനി അടുത്തതിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അടുത്തതിലേക്ക് പോകുമ്പോൾ എത്രയാണ് വരുന്നത്? അടുത്തതിലേക്ക് പോകുമ്പോൾ 44ഉം 22ഉം കൂടെ കൂടുമ്പോൾ 66. അടുത്തത് എങ്ങനെയാണ് വരുന്നത്? 22ഉം 66, 66ഉം 25ഉം കൂടെ കൂടുമ്പോഴാണ് 91 വരുന്നത് അല്ലേ? ഓക്കെയാണ്. ഇനി ഇവിടെ നോക്കാം, നമുക്ക് നോക്കാം. 9 13 ആയത് എങ്ങനെയാണ്? 4 കൂടിയിട്ടാണ്. ഓക്കെ, 9ഉം 4ഉം 13. ഇനി 13ന്റെ കൂടെ 4 കൂടുന്നു. 13ന്റെ കൂടെ 4 കൂടി അവിടെ വരേണ്ടത് ഏതാണ്? 17 ആണ് അല്ലേ? അപ്പൊ നമ്മൾ ആ പാറ്റേൺ നോക്കുമ്പോൾ 9 4 കൂടി 13 ആയി, 13 4 കൂടി 17 ആയി. നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വന്നേനെ? 28ന്റെ കൂടെ 17ഉം കൂടെ കൂടുമ്പോൾ ഇവിടെ എത്ര വരും? 8ഉം 7ഉം 15, 45 വന്നേനെ. നമുക്ക് നോക്കാം. ഇനി 17ന്റെ കൂടെ 4 കൂടുന്നു. 17ന്റെ കൂടെ 4 കൂടുമ്പോൾ എത്ര വരും? 21, 17ഉം 4ഉം 21. അപ്പൊ 45ന്റെ കൂടെ 21ന് പകരം കൂട്ടേണ്ടത് എത്രയാണ്? 21. എത്ര വരുന്നുണ്ട്? 66 വരുന്നുണ്ട്. ഓക്കെ, ഇനി 21ന്റെ കൂടെ എന്താണ്? 21ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ 25. 21ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ 25. 25 അതായത് 66ഉം 25 കൂട്ടുമ്പോൾ ആ 91 കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? 4 4 വെച്ച് കൂടി പോകുന്നത്. അപ്പൊ ഇവിടെ ആരാണ്? 16 അല്ല വരേണ്ടത്, 17 ആണ്. അപ്പൊ 17 ആണ് വരേണ്ടതെങ്കിൽ ഈ 44ന്റെ പൊസിഷനിൽ വരേണ്ടത് ആരാണ്? 45 ആണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടിരിക്കുന്ന ആരാണ്? 44 ആണ്. നോക്കുക, ശ്രേണിക്കകത്ത് ശ്രേണി കണക്ഷൻ. ഇവിടെ എവിടെയാണ് കണക്ഷൻ തെറ്റിപ്പോയെന്ന് ചിന്തിക്കണേ. 4 വെച്ച് കൂടി പോകുന്നതാണ്. 4 കൂടി 17 ആകണമായിരുന്നു. എന്നാൽ നമുക്ക് തന്നിരുന്ന ശ്രേണിയിൽ എന്താണ് സംഭവിച്ചത്? 13 3 കൂടി 16 ആവുകയാണ് ചെയ്തത്. അതാണ് തെറ്റിപ്പോയത്. 13 3 കൂടി 16 ആവുകയാണ് തെറ്റിപ്പോയത്. അപ്പൊ 44 അല്ല വരേണ്ടത്, ശരിക്കും 17 ആണ് കൂടേണ്ടത്. അതായത് ഒന്നും കൂടെ കൂടി 45 വരേണ്ടണം. ആ 45 വന്നാൽ തൊട്ടടുത്ത് 66 91 വരുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. അപ്പൊ 44 ആണ് അവിടെ തെറ്റിയിരിക്കുന്നത്. 44ന് പകരം വരേണ്ടത് ആരാണ്? 45 ആണ്. സോ തെറ്റായതിനെ കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 44. ഓക്കെയാണ്, ക്ലിയർ ആണ്, സെറ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം അതൊരു വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, നേരെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇൻറ്റു മൈനസ് എന്നീ ചിഹ്നങ്ങളെ 2ഉം 5ഉം എന്നീ സംഖ്യകളെയും പരസ്പരം മാറ്റി എഴുതുമ്പോൾ താഴെ പറയുന്നതിൽ ഏത് സമവാക്യമാണ് ശരിയാകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 10 അതുപോലെ എഴുതാം. 2 കാണുന്നിടത്ത് 5 ഇട്ട് കൊടുക്കുക. ഇനി ഡിവിഷൻ ഒന്നും ചെയ്യേണ്ട. ഇൻറ്റു കാണുന്നിടത്ത് മൈനസും, മൈനസ് കാണുന്നിടത്ത് ഇൻറ്റു ഇടണം. 2 കാണുന്നിടത്ത് 5ഉം 5 കാണുന്നിടത്ത് 2ഉം ഇട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ 2 കണ്ടു, അവിടെ നമ്മൾ എന്താക്കണം? 5 ആക്കണം. ഇനി ഇൻറ്റു കണ്ടു, അവിടെ മൈനസ് ആക്കണം. 3 കാണുന്നിടത്ത് ഒരു പ്രശ്നമില്ല, 3 ഇട്ടു, പ്ലസ് ഇടുന്നു. 5 കാണുന്നിടത്ത് എന്ത് ഇടണം? 2 ഇടണം. മൈനസ് കാണുന്നിടത്ത് എന്ത് ഇടണം? ഇൻറ്റു ഇടണം. 6. ഇത് എത്രയാണ് നമുക്ക് നോക്കാം. 10/5 2 എന്ന് വരുന്നു. 2 മൈനസ് 3 പ്ലസ് 2 ഇൻറ്റു 6. 2 ഇൻറ്റു 6 ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 2 മൈനസ് 3 പ്ലസ് 12 എന്ന് വരും. ഇനി 2 മൈനസ് 3 പറഞ്ഞാൽ -1 പ്ലസ് 12 എന്ന് വരുന്നു. 12 മൈനസ് 1 11 എന്ന് ഉത്തരം കിട്ടുന്നു. അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? only 2 എന്നുള്ളതും വെട്ടാം, neither 1 nor എന്നുള്ളതും വെട്ടാം. 2 ഓപ്ഷനേ പിന്നെ ഉള്ളൂ. അടുത്ത നമുക്ക് നോക്കാം. 5 കാണുന്നിടത്ത് എന്ത് ചെയ്യണം? പറഞ്ഞാൽ 2 ഇടണം അല്ലേ? ഇൻറ്റു കാണുന്നിടത്ത് എന്ത് ഇടണം? മൈനസ് ഇടണം. 4നെ ഒന്നും ചെയ്യേണ്ട, പ്ലസ് ഇട്ടു. 2 കാണുന്നിടത്ത് എന്ത് ഇടണം? 5 ഇടണം. ഇനി മൈനസ് കാണുന്നിടത്ത് എന്ത് ഇടണം? മൈനസ് കാണുന്നിടത്ത് ഇൻറ്റു ഇടണം. ഇൻറ്റു ഇട്ടു, 6 ഇട്ടു, ഡിവൈഡഡ് ബൈ
3. നമുക്ക് നോക്കാം, ഡിവിഷൻ ചെയ്യാം. ഇവിടെ എന്ത് വരും? 6/2 -4 + 5 ഇൻറ്റു 6/3 2 എന്ന് വരുന്നു. ഓക്കെ, വീണ്ടും ചെയ്യുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. 2 - 4 + 10. 2 - 4 -2 വരും. -2 + 10. 10 - 2 എത്ര വരും? 8 എന്ന് വരും. അപ്പോൾ അത് 11 ആണോ? അല്ല. അപ്പോൾ എന്ത് മാത്രമേ ശരിയുള്ളൂ? only one, ഒന്ന് മാത്രമേ ശരിയുള്ളൂ. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇത് രണ്ടും ചെയ്തു നോക്കാൻ നിങ്ങൾ എടുക്കുന്ന സമയം വെപ്രാളപ്പെടരുത്. ഇവിടെയാണ് ഒരു ഉദ്യോഗാർത്ഥിയുടെ വെപ്രാളം അവനെ ചതിക്കുന്നത്. നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇൻറ്റു കാണുന്നിടത്തെല്ലാം മൈനസും, മൈനസ് കാണുന്നിടത്തെല്ലാം ഇൻറ്റും കറക്റ്റ് ആയിട്ട് ഇടാൻ നോക്കണം. 2 കാണുന്നിടത്തെല്ലാം 5ഉം, 5 കാണുന്നിടത്തെല്ലാം 2ഉം. ഈ 2 സാധനം, ഈ 2 ഇലൂഷൻ വെച്ചുകൊണ്ട് നിങ്ങളെ കുഴപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യത്തെ വള്ളി ദീർഘവും പിന്നെ 2 ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ അത് രണ്ടാമത്തിന് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ക്ലിയർ ആണ്? സെറ്റ് ആണ്. ഓക്കെ അല്ലേടാ? അപ്പോ അടുത്ത ചോദ്യം നോക്കിക്കേടാ. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? സൺ എന്നത് ഒരു കോഡിങ്ങിൽ സൺ എന്നത് HFM എന്ന് കോഡ് ചെയ്തിരിക്കുന്നു. സ്റ്റാർ എന്നത് HGZI എന്ന് കോഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഗാലക്സി എന്നത് എങ്ങനെ കോഡ് ചെയ്യാമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, SHുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ റഫ് സ്പേസിൽ നിങ്ങൾക്ക് കോഡിങ്ങിന്റെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഈ ഒരു സാധനം എന്ത് ചെയ്യുക, എഴുതി വെച്ചിരിക്കുക. അല്ലെങ്കിൽ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എടുത്ത സമയത്ത് എഴുതാൻ പറ്റുമെങ്കിൽ ഇതുപോലെ അങ്ങ് എഴുതി വെച്ചിരിക്കുക. വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ വേറെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറയുന്നത് ഒരു ബേസും ഇല്ലാത്ത ഒരു ഉദ്യോഗാർത്ഥിക്കാണെങ്കിലും ആ 1 മാർക്ക് നേടാനുള്ള ഐഡിയ ആണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ചുമ്മാ നോക്കി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. H പോയി നോക്കുക. Sഉം Hഉം നേരെ നേരെയാണ്. നോക്കുക, മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ 8ാമതാണ് H, പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ 8ാമതാണ് S. അപ്പൊ മുന്നിൽ നിന്നും പിന്നിൽ നിന്ന് എണ്ണുമ്പോഴും ഒരേ എണ്ണം വരുന്നവർ തമ്മിലാണ് കണക്ട് ആയിരിക്കുന്നത്. നോക്കിക്കേ, മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ U എത്രാമതാണ്? 21ാമതാണ്. പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ F എത്രാമതാണെന്ന് വെച്ചാൽ Fഉം 21ാമത് തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ? ഇതിന്റെ അർത്ഥം Fഉം Uവും ബന്ധപ്പെട്ടിരിക്കുന്നു. U Fയിലേക്ക് പോയി. അപ്പൊ N എങ്ങോട്ടായിരിക്കും പോകുന്നത്? N നേരെ M-ലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ S Hലേക്ക്, Sഉം Hഉം അല്ലേ? നോക്കിക്കേ, Sഉം H. T എങ്ങോട്ടാണ്? T Gയിലേക്കാണ്. A Z-ലേക്കാണ്. R I-ലേക്കാണ്. അപ്പൊ G എങ്ങോട്ടായിരിക്കും പോകുന്നത്? G നേരെ എങ്ങോട്ട് പോകുന്നു? T-യിലേക്ക് പോകുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുന്നിൽ നിന്നും പുറകിൽ നിന്നും ചെയ്തു വരിക. Y എങ്ങോട്ടായിരിക്കും പോകുന്നത്? Y B-യിലേക്ക് പോകുന്നു. T-യിൽ തുടങ്ങി B-യിൽ അവസാനിക്കുന്നത് ഏതേ ഉള്ളൂ? 2 ഉള്ളൂ. അപ്പൊ Bയും Dയും വെട്ടാം. ഇനി A എങ്ങോട്ട് പോകുന്നു? Z-ലേക്ക്. X എങ്ങോട്ട് പോകുന്നു? C-യിലേക്ക്. TZ പിന്നെ CB, TZ CB ഒരേ ഒരു സാധനമേ ഉള്ളൂ, ഓപ്ഷൻ എ. ക്ലിയർ ആണല്ലോ? വേറെ ഒരു ഫോർമാറ്റിന് പറയണ്ട. ചിലപ്പോൾ ചിലർ ഇങ്ങനെ പറയും, 21ഉം 6ഉം കൂട്ടുമ്പോൾ 27, 19ഉം 8ഉം കൂട്ടുമ്പോൾ 27, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അതൊക്കെ ഓരോ ആൻസറുകൾ തന്നെയാണ്, ഒന്നും തെറ്റല്ല. ഇവിടെ സിമ്പിൾ ലോജിക്കിൽ ഈ ഒരു ടേബിൾ വരയ്ക്കുന്ന ഒരാൾക്ക് വേറെ ഒരു ലോജിക്കും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സമയം അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡബിൾ ആയിട്ട് ലാഭിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? എങ്ങനെയാണ് പോയത്? എസ് അതിന്റെ നേരെ ഇവിടെ അലൈൻ ചെയ്യുന്ന 2 നമ്പർ ഉണ്ട്. നോക്കാം, 26 ആൽഫബറ്റുകൾ 13 നേരെ അലൈൻ ചെയ്യും. ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ എ മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ 1ാമതാണ്, പിന്നിൽ നിന്ന് എണ്ണി വന്നാൽ എ അവസാനമാണ്, 26ാമതാണെന്നാണ് അർത്ഥം. ഇനി അതുപോലെ ഇസഡ് മുന്നിൽ നിന്ന് എണ്ണിയാൽ 26ാമതും പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ 1ാമതും, അതാണ് ഈ 1ഉം 26ന്റെ അർത്ഥം. അപ്പൊ എക്ക് 1ഉം 26 തമ്മിൽ ബന്ധമുണ്ട്. എ മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ 1ാമത്, പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ 26ാമത്. ഇസഡ് മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ 26ാമത്, പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ 1ാമത്. അങ്ങനെ ഏതെടുത്താലും വി എടുത്തു കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ 22ാമതും പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ അതിന്റെ നേരെ മുകളിൽ നിൽക്കുന്ന 5ാമതും ആയിരിക്കും. നോക്കിക്കേ, 1 2 3 4 5. ക്ലിയർ ആണല്ലോ? അതാണ് ഇങ്ങനെ ഒരു ടേബിൾ വരച്ച് പഠിക്കണം. ഈ ഒരു സാധനം വരയ്ക്കാൻ അറിഞ്ഞിരിക്കണമെന്ന് നമ്മൾ തുടക്കം തൊട്ടേ നമ്മൾ ആൽഫബറ്റും കോഡിങ്ങും പഠിക്കുമ്പോഴെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ഈ സാധനം എഴുതാൻ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം എന്നുള്ളത്. ക്ലിയർ അല്ലേടാ? ശരി, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, ഈ ഒരു ചോദ്യത്തെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ ഒരു കൺഫ്യൂഷൻ അവിടെ ചെറുതായിട്ട് കിടപ്പുണ്ട്. ഒരു പുരുഷന്റെ ഛായാചിത്രത്തിലേക്ക് നോക്കി അരുൺ പറഞ്ഞു, അവന്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ മകന്റെ ഭാര്യയാണ്. എനിക്ക് സഹോദരനോ സഹോദരിയോ ഇല്ല.
ആരുടെ ഛായാചിത്രമാണ് അരുൺ നോക്കിയത്? ഇവിടെ കൃത്യമായിട്ടും നിങ്ങളെ ഉത്തരത്തിലേക്ക് എത്തിക്കുന്ന ഗോൾഡൻ വാക്ക് എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് സഹോദരനോ സഹോദരിയോ ഇല്ല. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മകനാണ് ഞാൻ. ക്ലിയർ ആണ്? അതാണ് നിങ്ങളുടെ എന്ത് ഗോൾഡൻ വാക്ക് എന്ന് പറയുന്നത്. ലുക്കിംഗ് അറ്റ് എ പോർട്രേറ്റ് ഓഫ് എ മാൻ, അരുൺ സെഡ് ഹിസ് മദർ ഈസ് വൈഫ് ഓഫ് മൈ ഫാദേഴ്സ് സൺ. അപ്പൊ നമുക്ക് നോക്കാം. അതെ, അരുണെ ഞാൻ ഇവിടെ വെക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ അരുണിന്റെ മുകളിൽ അരുണിന്റെ അച്ഛൻ വരും അല്ലെ? തലയ്ക്ക് മുകളിൽ അച്ഛൻ, അമ്മ, അങ്ങനെയുള്ളവർ. നമ്മുടെ താഴേക്ക് നമ്മുടെ മക്കൾ, മക്കളുടെ മക്കൾ, അങ്ങനെ നമ്മുടെ നേരെ ലെവലില് നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ ഭാര്യയും, അങ്ങനെയാണ് വെക്കുന്നത്. അരുൺ പറയാണ് കേട്ടോ, അരുൺ അവിടെയുണ്ട്, അരുണിന്റെ അച്ഛൻ അവിടെയുണ്ട്, അതൊക്കെ സെറ്റ് ചെയ്തു. ഒരു പുരുഷന്റെ ഛായാചിത്രം നോക്കി അരുൺ പറയുന്നു അവന്റെ അമ്മ. ഓക്കെ, ഒരു പുരുഷൻ. അപ്പൊ അവിടെ എന്താണ്? ഒരു പുരുഷന്റെ ഛായാചിത്രം. അപ്പോൾ ഒരു കുട്ടിയുടെ ഛായാചിത്രം, ഒരു പുരുഷനുണ്ട്, ഒരു ബോയ്. അവന്റെ ഛായാചിത്രം നോക്കിയിട്ട് അരുൺ പറയാണ് അവന്റെ അമ്മ. അപ്പൊ ആ കുട്ടിയുടെ അമ്മ, ആ കുട്ടിയുടെ അമ്മ എൻ്റെ അച്ഛൻ്റെ മകൻ്റെ. അപ്പൊ അച്ഛൻ, അരുണിന്റെ അച്ഛൻ്റെ മകൻ ആരാണടാ? അരുൺ തന്നെയാണ്. കാരണം ഗോൾഡൻ റൂൾ, അരുണിന് എന്തില്ല? സഹോദരനോ സഹോദരിയോ ഇല്ല. അപ്പൊ അരുണിന്റെ അച്ഛന്റെ മകൻ എന്ന് പറയുമ്പോൾ അരുൺ പറയാണ് എൻ്റെ അച്ഛൻ്റെ മകൻ എന്ന് പറയുമ്പോൾ അത് ആര് തന്നെയാണ്? അരുൺ തന്നെയാണ്. അവന്റെ ഭാര്യയാണ് ആര്? അയാളുടെ ഭാര്യയാണ് ആ ചിത്രത്തിൽ കാണുന്ന പുരുഷന്റെ അമ്മ. ആ ചിത്രത്തിൽ കാണുന്ന പുരുഷന്റെ അമ്മ. അരുൺ ഇങ്ങനെയല്ലേ പറഞ്ഞത്? അവന്റെ അമ്മ. അപ്പൊ ആ ചിത്രത്തിൽ കാണുന്ന, ആ ചിത്രത്തിലുള്ള കുട്ടി അല്ലെങ്കിൽ പുരുഷൻ, അവന്റെ അമ്മ എന്ന് പറയുന്ന ആരാണ്? അരുണിന്റെ അച്ഛന്റെ മകൻ എന്ന് പറയുമ്പോൾ അരുൺ തന്നെ. അയാളുടെ ഭാര്യയാണ്, അയാളുടെ ഭാര്യയാണ്. എങ്കിൽ ആരുടെ ഛായാചിത്രമാണ് അരുൺ നോക്കി നിൽക്കുന്നത്? ഈ അരുൺ ആരുടെ ചിത്രത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നത്? അയാളുടെ സ്വന്തം മകന്റെയാണ്. ഹിസ് സൺ. ക്ലിയർ ആണല്ലോ? എന്താണെന്ന് ഒരിക്കൽ കൂടി പറയാം. ഒരു ചിത്രം, ഓക്കെ ആണല്ലോ? ഒരു ഫോട്ടോയിൽ ഒരു കുട്ടിയുണ്ട്. അപ്പൊ അരുൺ പറയുന്നു, അരുൺ ആ ചിത്രത്തെ ചൂണ്ടിക്കാട്ടി പറയുന്നു അവന്റെ അമ്മ, ആ ചിത്രത്തിലുള്ള കൊച്ചിന്റെ അമ്മ, അവന്റെ അമ്മ ആരാണ്? എൻ്റെ അച്ഛൻ്റെ, അരുണിന്റെ അച്ഛൻ്റെ. അപ്പൊ അരുൺ വന്നു, അരുണിന്റെ അച്ഛൻ വന്നു, അച്ഛൻ്റെ മകന്റെ. അപ്പൊ അരുണിന്റെ അച്ഛന്റെ മകൻ എന്ന് പറയുമ്പോൾ അരുൺ മാത്രമേ ഉള്ളൂ. കാരണം തൊട്ടടുത്ത സെന്റൻസിൽ പറയുന്നു എനിക്ക് സഹോദരനോ സഹോദരിയോ ഇല്ല, എൻ്റെ അച്ഛന്റെ ഏക മകനാണ് ഞാൻ എന്ന് പറയുമ്പോൾ അവന്റെ അമ്മ എൻ്റെ അച്ഛന്റെ മകന്റെ എന്ന് പറയുമ്പോൾ അരുണിന്റെ തന്നെയാണത്. അരുണിന്റെ ഭാര്യയാണ് ആര്? ആ ചിത്രത്തിൽ കാണുന്ന കുട്ടിയുടെ അല്ലെങ്കിൽ പുരുഷന്റെ അമ്മ എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ അരുൺ സംസാരിക്കുന്ന, ചൂണ്ടിക്കാട്ടുന്ന ആരുടെ ചിത്രമാണ്? അവന്റെ സ്വന്തം മകന്റെയാണ്. നിങ്ങളിപ്പോ മനസ്സിൽ വിചാരിക്കും എന്തിനടാ വേട്ടാവളിയാ ഇങ്ങനെയൊക്കെ കുഴപ്പിക്കണം, നിനക്ക് നേരിട്ടങ്ങ് പറഞ്ഞാ പോരെ എന്ന് ചിന്തിക്കും. ലോജിക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ വേറെ ഒന്നും ചെക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ വേറെ ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ചോദിച്ചു കളയും. ഓക്കെ, ട്രോളുകൾ, PSC ഏറ്റുവാങ്ങുന്ന ചോദ്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അവന്റെ മകൻ, അരുണിന്റെ മകനെ പറ്റിയാണ് അരുൺ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് സെറ്റായി. ഇനി നോക്കുക, അടുത്ത ഡബിൾ സ്റ്റാർ ഇട്ട ചോദ്യമാണ്. ഡബിൾ സ്റ്റാർ ഇട്ട ചോദ്യം ഈ പരീക്ഷയിലെ, ഈ ഡിഗ്രി പ്രിലിംസിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യം. 10 പേരെടുത്തു കഴിഞ്ഞാൽ 8 പേരും തെറ്റിക്കുന്ന ചോദ്യം. 8 പേരും തെറ്റിക്കുന്ന ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം, ചോദ്യം നോക്കാം കേട്ടോ. തിങ്കളാഴ്ച രാവിലെ, നോക്കുക, മൺഡേ, തിങ്കളാഴ്ച രാവിലെ 7:40 ശരിയായി സമയം സെറ്റ് ചെയ്യുന്നു. അപ്പൊ തിങ്കളാഴ്ച രാവിലെ 7:40 കറക്റ്റ് ടൈമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ക്ലോക്ക് ഓരോ മണിക്കൂറിലും 10 മിനിറ്റ് വീതം അധികമായി കാണിക്കുന്നു. അപ്പൊ എന്താണ്? എൻ്റെ കയ്യിലൊരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്കിൽ ഞാൻ എന്ത് ചെയ്തു? 7:40 എന്ന് കറക്റ്റ് ടൈം സെറ്റ് ചെയ്തു. ഇനി നോക്കുക, ഓരോ മണിക്കൂറിലും ഈ ക്ലോക്ക് ഒരു വേണ്ടാധീനം കാണിക്കും. എന്താണ്? 10 മിനിറ്റ് വീതം അധികം കാണിക്കും. 10 മിനിറ്റ് ഓരോ മണിക്കൂർ കഴിയുമ്പോൾ. ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞ് 7:40, 1 മണിക്കൂർ കഴിയുമ്പോൾ 8:40 ആവും അല്ലെ? 1 മണിക്കൂർ കഴിഞ്ഞു, 8:40 ആയി. 8:40 ആവുമ്പോൾ ഈ ക്ലോക്ക് എന്ത് കാണിക്കും? 10 മിനിറ്റോടെ കൂടുതൽ 8:50 എന്നായിരിക്കും കാണിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെ 10 മിനിറ്റ് കൂടുതൽ കാണിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ ചൊവ്വാഴ്ച രാവിലെ 11:10 ഈ ക്ലോക്ക് കാണിക്കുന്ന സമയം എത്രയായിരിക്കും? ഈ ക്ലോക്ക് കാണിക്കുന്ന സമയം, ക്ലോക്കിന്റെ ടൈം എത്രയായിരിക്കും? ഇവിടെ 2 സ്റ്റാർ ഇട്ടതിന് ഒരു കാരണമുണ്ട്. ഇതേ തരത്തിലുള്ള ചോദ്യം നമ്മൾ ഇതിനു മുമ്പ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മൾ മറ്റൊരു കാര്യമാണ് ചെയ്തിരുന്നത്. ഇവിടെ നോക്കുക, എന്താണ് പറയുന്നത്? ക്ലോക്ക് വാസ് സെറ്റ് ഓൺ Monday 7:40 AM.
ഇഫ് ദ ക്ലോക്ക് ഗെയിൻസ് 10 minutes per hour, ഓരോ മണിക്കൂറിലും 10 മിനിറ്റ് അത് കൂടുതൽ കാണിക്കുന്നു, വാട്ട് വിൽ ബി ദ ടൈം ഇൻ ദാറ്റ് ക്ലോക്ക്, ആ ക്ലോക്കിൽ എത്രയാണ് സമയം, ഇഫ് ട്യൂസ്ഡേ ഓൺ ട്യൂസ്ഡേ 11:10 AM. അതായത് ഈ പറഞ്ഞിരിക്കുന്നത് ശരിയായ സമയമാണ്. സത്യത്തിൽ ശരിക്കിനും 11:10 ആകുമ്പോൾ 11:10 ആകുമ്പോൾ ഈ ക്ലോക്കിൽ, ഈ തെറ്റ് കാണിക്കുന്ന ക്ലോക്കിൽ ഏതാണ് സമയം കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. 11:10 എന്ന ശരിയായ സമയത്ത് ഈ ക്ലോക്ക് കാണിക്കുന്ന സമയം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഒരു മണിക്കൂറിൽ 10 മിനിറ്റ് ആണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, 7:40 മുതൽ മൺഡേ 7:40 മുതൽ ട്യൂസ്ഡേ 7:40 വരെ എത്രയായി? 24 മണിക്കൂറായി. ഓക്കെ ആണല്ലോ. ഇനി അത് കഴിഞ്ഞ് പിന്നെ എന്താണ്, 11:10 അല്ലേ, 11:10 AM. 7:40 മുതൽ 11:10 വരെ എത്രയാണ് സമയമുള്ളത്? 7:40 മുതൽ 11:10 വരെ 7:40, 8:40, 9:40, 10:40. ഓക്കെ, 10:40 3 മണിക്കൂർ. അപ്പോൾ 10:40 ആയി. 10:40 കഴിഞ്ഞ് പിന്നെ എന്താണ്, 10:50, 11, 11:10, 30 മിനിറ്റും കൂടെ. അപ്പം 3 മണിക്കൂർ 30 മിനിറ്റ്. ഓക്കെ ആണല്ലോ. അപ്പം മൺഡേ രാവിലെ 7:40 മുതൽ പിറ്റേന്ന് ട്യൂസ്ഡേ 11:10 വരെ എത്ര സമയമുണ്ട്? 24 മണിക്കൂർ പ്ലസ് 3 മണിക്കൂർ 30 മിനിറ്റ്. അതായത് 27 മണിക്കൂർ 30 മിനിറ്റ് എന്നാണ്. ഓക്കെ ആണല്ലോ. 27 മണിക്കൂർ 30 മിനിറ്റ്. അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഒരു മണിക്കൂറിൽ 10 മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ 27 മണിക്കൂറിൽ എത്രയായിരിക്കും? 270 മിനിറ്റ്. ഓക്കെ, ഒരു മണിക്കൂറിൽ 10 മിനിറ്റ് ആണെങ്കിൽ 30 മിനിറ്റിൽ എത്ര മുമ്പോട്ട് പോകും? 5 മിനിറ്റ്. അപ്പോൾ 270 5 275 മിനിറ്റ് അധികമായിരിക്കും ഈ ക്ലോക്കിൽ കാണിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് പറയുന്നത്. തിങ്കളാഴ്ച രാവിലെ 7:40 മുതൽ പിറ്റേന്ന് ചൊവ്വാഴ്ച 11:10 വരെ എത്ര സമയമുണ്ട്? 27 മണിക്കൂർ 30 മിനിറ്റ്. ഒരു മണിക്കൂറിൽ 10 മിനിറ്റ് അധികം കാണിക്കുന്നു. അപ്പോൾ 27 മണിക്കൂർ 270 മിനിറ്റ്. പിന്നെ ഒരു അരമണിക്കൂറോടല്ലേ. ഒരു മണിക്കൂറിൽ 10 മിനിറ്റ് ആണെങ്കിൽ അരമണിക്കൂറിൽ 5 മിനിറ്റ് കൂടുതൽ കാണിക്കുന്നു. അപ്പോൾ 270 5 275 മിനിറ്റ് അധികമായി ക്ലോക്കിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം? മണിക്കൂറിലേക്ക് മാറ്റണം. 275 മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റണം. എന്ത് ചെയ്താൽ മതി? 60 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. 60 കൊണ്ട് നമുക്ക് ഹരിക്കാം. 60 കൊണ്ട് ഹരിക്കുന്നു, എത്ര വരും? 60 കൊണ്ട് ഹരിക്കുമ്പോൾ 4 തവണ 240 എന്ന് വരും അല്ലേ. 240 എന്ന് വരുന്നു. എത്രയാണ് വരുന്നത്? ഇവിടെ 35 എന്ന് വരുന്നു. ഓക്കെ, അപ്പം 4 മണിക്കൂർ 35 മിനിറ്റ്. അതായത് 275 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ 35 മിനിറ്റ്. അപ്പോൾ ഈ 11:10 കൂടെ 4 മണിക്കൂറും 35 മിനിറ്റും കൂടെ ആഡ് ചെയ്യണം. അപ്പം 11 മണിയുടെ കൂടെ 4 മണിക്കൂർ ആഡ് ചെയ്യുക. 11, 12, 1, 2, 3 ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. 3 മണിക്കൂർ എന്ന് പറയും. 3 മണിക്കൂർ ടൈം ഗ്യാപ്പ് ആണ്. 11 to 12, പിന്നെ 12 to 1, 1 to 2, 2 to 3. ഓക്കെ ആണല്ലോ. 2 to 3 അപ്പോഴാണ് 4 മണിക്കൂർ ആകുന്നത്. അപ്പം 3 മണി ആകുമ്പോഴത്തേനും 4 മണിക്കൂറായി. 11 മണി തൊട്ട് 12 വരെ ആദ്യത്തെ 1 മണിക്കൂർ, 12 to 1 വരെ അടുത്ത 1 മണിക്കൂർ, 1 to 2 അടുത്ത മണിക്കൂർ, അടുത്ത 1 മണിക്കൂർ, 2 to 3 അടുത്ത മണിക്കൂർ. അപ്പം 3 മണിയായി. അപ്പം 3 മണി. ഇനി എത്രയാണ്? ഇവിടെ ഒരു 10 മിനിറ്റ് കൊണ്ട് 35 മിനിറ്റ് കൊണ്ട് 10 35 45, 3:45 PM. ഈ ക്ലോക്കിൽ എത്ര സമയമായിരിക്കും കാണിക്കുന്നത്? 3:45 എന്നായിരിക്കും. ഓക്കെ ആണല്ലോ. എന്താണ് ചെയ്യുന്നത്? ഒരിക്കൽ കൂടി എന്താണ് പറയുന്നത്? തിങ്കളാഴ്ച രാവിലെ 7:40 കൃത്യമായിട്ട് സെറ്റ് ചെയ്തൊരു ക്ലോക്ക് ഓരോ മണിക്കൂറിലും 10 മിനിറ്റ് അധികം കാണിക്കുന്നു. ഒരു മണിക്കൂറിൽ 10 മിനിറ്റ് അധികം കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിറ്റേന്ന് ചൊവ്വാഴ്ച രാവിലെ 11:10 എന്ന കൃത്യസമയത്ത് ഈ ക്ലോക്ക് കാണിക്കുന്ന സമയം എത്രയായിരിക്കും? പിറ്റേന്ന് രാവിലെ ചൊവ്വാഴ്ച 11:10 ആകുമ്പോൾ ഈ ക്ലോക്കിൽ കാണിക്കുന്ന സമയം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു മണിക്കൂറിൽ 10 മിനിറ്റ്.
അപ്പൊ 7:40 മുതൽ 11:10 വരെ എത്ര മണിക്കൂർ പിന്നിട്ടു, എത്ര മിനിറ്റ് പിന്നിട്ടു എന്ന് നമുക്കറിയണം. 7:40 മുതൽ പിറ്റേന്ന് രാവിലെ 7:40 വരെ, തിങ്കളാഴ്ച രാവിലെ 7:40 മുതൽ ചൊവ്വാഴ്ച രാവിലെ 7:40 വരെ 24 മണിക്കൂർ കടന്നു. ഇനി ചൊവ്വാഴ്ച രാവിലെ 7:40 മുതൽ 11:10 വരെ എത്ര സമയമുണ്ട്? 3 മണിക്കൂറും 30 മിനിറ്റുമുണ്ട്. അപ്പോൾ ആകെ 27 മണിക്കൂറും 30 മിനിറ്റുകളും കഴിഞ്ഞിരിക്കുന്നു. ക്ലോക്ക് ശരിയായി സെറ്റ് ചെയ്ത 7:40 മുതൽ 27 മണിക്കൂറും 30 മിനിറ്റും കടന്നിരിക്കുന്നു 11:10 എത്താൻ. അപ്പം ഈ 27 മണിക്കൂറും 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആകെ എത്ര മിനിറ്റ് ആണെന്ന് അറിയണം. എത്ര മിനിറ്റ് ആണ്? 27 മണിക്കൂർ. 1 മണിക്കൂറിൽ 10 മിനിറ്റ് മുമ്പോട്ട് പോകുമെങ്കിൽ ഈ ക്ലോക്കിൽ 27 മണിക്കൂറിൽ 270 മിനിറ്റ് മുമ്പോട്ട് പോകും. ഇനി ഈ 30 മിനിറ്റിൽ ഇതേ ക്ലോക്ക് എത്ര സമയം മുമ്പോട്ട് കാണിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ 10 മിനിറ്റ് കാണിക്കുന്ന ക്ലോക്ക് 30 മിനിറ്റിൽ 5 മിനിറ്റ് മുമ്പോട്ട് ചാടും. അപ്പോൾ ആകെ 27 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് ഈ ക്ലോക്ക് ചെയ്തത് അല്ലെങ്കിൽ മുമ്പോട്ട് പോയത് എത്ര സമയമാണ്? 270 + 5 275 മിനിറ്റ് അധികമായി കാണിക്കും. അപ്പൊ ഈ 275നെ ഇനി മണിക്കൂറിലേക്ക് മാറ്റണം. 1 മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഹരിക്കുക. 60 4 കൊണ്ട് ചെയ്യുമ്പോൾ 240 കഴിഞ്ഞ് 35 ഇഷ്ടം വരും. അതായത് 4 മണിക്കൂർ 35 മിനിറ്റും 11:10 എന്ന രാവിലെ ആ കറക്റ്റ് സമയത്തിന്റെ കൂടെ 4 മണിക്കൂറും 35 മിനിറ്റും കൂടെ കൂട്ടിയാൽ ഈ ക്ലോക്കിൽ കാണിക്കുന്ന സമയം കിട്ടും. 11 മണിയുടെ കൂടെ 4 മണിക്കൂർ കഴിയുമ്പോൾ 3 മണിയാകുന്നു. ഓക്കെ ആണല്ലോ? ഇങ്ങനെ ചിന്തിക്കരുത്. 11, 12, 1, 2 എന്ന് കയ്യിൽ 4 കിട്ടുന്ന ചിന്തിക്കരുത്. 1 മണിക്കൂർ ഇടവേള വരണം. 11, 12, 11, 12, 1, 2, 3. ഓക്കെ ആണല്ലോ? 1 ഇതിന്റെ ഇടയിൽ 1, 2, 3, 4 4 ഗ്യാപ്പ് വരുന്ന എപ്പോഴാണോ? 4 ഗ്യാപ്പ് വരുന്ന എവിടെ തീരുമ്പോഴാ? 3 മണി തീരുമ്പോഴാ. അപ്പൊ 3 മണി. ഇനി 10 മിനിറ്റ് 11:10 ഒരു 10 മിനിറ്റ് ഉണ്ട്. 35 മിനിറ്റ് 4 മണിക്കൂർ 35 മിനിറ്റ് 35 മിനിറ്റ് ഉണ്ട്. ആ 10 മിനിറ്റ് 35 മിനിറ്റ് കൂടെ ചേർന്ന് 45 3:45 എന്നതായിരിക്കും ആ ക്ലോക്കിൽ കാണിക്കുന്ന സമയം. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേ? ആ ക്ലോക്കിൽ കാണിക്കുന്ന സമയം അതായിരിക്കും. ക്ലിയർ ആയിട്ട് സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായി. ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം ഷോർട്സ് ആയിട്ട് ഞാൻ പഠിപ്പിച്ച സാധനമാണ്. അതായത് ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 61 ദിവസത്തിന് ശേഷം ഇവിടുത്തെ മെയിൻ കൺഫ്യൂഷൻ എല്ലാ ഉദ്യോഗാർത്ഥികളും വരുന്നത് 61ാം ദിവസം എന്ന് ചോദിച്ചാൽ എന്താണെന്നുള്ളതാണ്. രണ്ട് നമുക്ക് ചെയ്തു നോക്കാം. ഇന്ന് മൺഡേ ആണ്. 61 ദിവസത്തിന് ശേഷം ആഫ്റ്റർ എന്ന് കണ്ടാൽ അതേ സംഖ്യയെ 7 കൊണ്ട് ഹരിക്കുക. എത്ര വരും? 7 കൊണ്ട് ഹരിക്കുമ്പോൾ 8 പ്രാവശ്യം 56 5 എന്ന് വരും. നിങ്ങൾ ചെയ്യേണ്ടത് മൺഡേയുടെ കൂടെ 5 കൂട്ടുക. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഓക്കെ, ട്യൂസ്ഡേ അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി 5 ദിവസം മുമ്പോട്ട് പോകുമ്പോൾ സാറ്റർഡേ എന്ന് വരും. ഇനി നമ്മളോട് ചോദിക്കുന്നത് 61ാം ദിവസം 61th ഡേ ആണ് ചോദിക്കുന്നത് എങ്കിൽ, ഇന്ന് തിങ്കളാഴ്ചയായാൽ 61ാമത്തെ ദിവസം ഏതാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത് ഈ 61ൽ നിന്നും 1 കുറയ്ക്കുക 60. ഈ 60നെ എന്ത് ചെയ്യുക? 7 കൊണ്ട് ഹരിക്കുക. 8 തവണ 56 ശിഷ്ടം 4. മൺഡേയുടെ കൂടെ ഈ 4 വേണം കൂട്ടാൻ. അതായത് ആ മൺഡേ കൂടി അവിടെ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. മൺഡേ ആണ് ഡേ 1 ആയിട്ട് വരുന്നത്. ഇവിടെ ട്യൂസ്ഡേ ആണ് ഡേ 1 ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് 5 എന്ന് വരുന്നത്. അപ്പോൾ മൺഡേ പ്ലസ് 4 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഫ്രൈഡേ എന്ന് വരും. ഓക്കെ ആണല്ലോ? ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. ഓക്കെ ആണല്ലോ? ഫ്രൈഡേ എന്ന് വരും. അപ്പോൾ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലായി. സെറ്റാണ്. അടുത്ത ചോദ്യം നോക്കാം. ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യം. സഞ്ജു കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിൽക്കുന്നു. അവൻ 4 മീറ്റർ മുമ്പോട്ട് നടന്ന ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 3 മീറ്റർ നടന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു. അതിനുശേഷം അവൻ പുറകോട്ട് തിരിഞ്ഞു. ഇപ്പോൾ അവൻ ഏത് ദിക്കിന് അഭിമുഖമായാണ് നടക്കുന്നത്? ഇവിടെ ഇതുവരെ കാണാത്ത ഒരു കാര്യം എന്നുള്ളത് ഇതാണ്. പുറകോട്ട് തിരിഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്, ഗോൾഡൻ വാക്ക്. സഞ്ജു വാസ് ഫേസിങ് ഈസ്റ്റ്. ഹി വാക്സ് 4 മീറ്റർ ഫോർവേഡ്. അപ്പൊ നിങ്ങൾക്ക് തെക്കും കിഴക്കും എല്ലാം പടിഞ്ഞാറും അറിയാവുന്നു. സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. എന്താണ് പറയുന്നത്? സഞ്ജു വാസ് ഫേസിങ് ഈസ്റ്റ്. ഓക്കെ, കിഴക്കിന് അഭിമുഖമായി നടക്കുന്നു. അവൻ 4 മീറ്റർ മുമ്പോട്ട് നടന്ന ശേഷം, അപ്പൊ എന്താണ്? കിഴക്കോട്ട് 4 മീറ്റർ നടന്നു. ഓക്കെയാണല്ലോ? ഹി വാക്ക്ഡ് ഫോർവേഡ് 4 മീറ്റർ ആഫ്റ്റർ ടേണിംഗ് ടു ഹിസ് റൈറ്റ്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? മുമ്പോട്ട് നടന്ന ശേഷം വലത്തോട്ട് തിരിയുന്നു. അപ്പൊ വലത്തോട്ട് എന്ന് പറഞ്ഞാൽ ആരോ ഇങ്ങോട്ടാണെങ്കിൽ താഴേക്കാണ് വലത്, മുകളിലേക്കാണ് ഇടത്. ഇനി ആരോ ഇങ്ങോട്ടാണെങ്കിലോ മുകളിലേക്ക് വലത്,
താഴേക്ക് ഇടത്. ഓക്കെ, ഇനി ആരോ ഇങ്ങോട്ടാണെങ്കിൽ നമ്മുടെ വലത് വലത്, നമ്മുടെ ഇടത് ഇടത്. ആരോ ഇങ്ങോട്ടാണെങ്കിലോ നമ്മുടെ വലത് ഇടത്, നമ്മുടെ ഇടത് വലത്. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? ഈ സാധനം ഓർത്തിരുന്നാൽ മതി, ഈ 4 പോയിന്റുകൾ. അപ്പൊ നോക്കാം, ഇപ്പൊ എന്താണ്, ആരെ ഇങ്ങോട്ടാണ് അല്ലെ, ആരെ ഇങ്ങോട്ടാകുമ്പോൾ താഴേക്കാണ്. എത്ര മീറ്റർ നടന്നടാ അദ്ദേഹം? അദ്ദേഹം എത്ര മീറ്റർ നടന്നു? 3 മീറ്റർ നടന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു. അപ്പോൾ വലത്തോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? താഴേക്കാണ് ആരോ എന്ന് പറയുമ്പോൾ എന്താണ്? ആരോ താഴേക്കാണെങ്കിൽ നമ്മുടെ ഇടതാണ് അവിടുത്തെ വലത്. എത്ര മീറ്റർ നടന്നു? വലത്തോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു അദ്ദേഹം? 4 മീറ്റർ നടക്കുന്നു. 4 മീറ്റർ നടന്നു. ഓക്കെ ആണല്ലോ. അതിനുശേഷം പുറകോട്ട് തിരിഞ്ഞ്, പുറകോട്ട് തിരിയുന്നു. അപ്പോൾ അതാ നോക്കുക, ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന ആള് ഇനി എന്ത് ചെയ്യുന്ന? പുറകോട്ട് തിരിയുക എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു. ഓക്കെ, ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് തിരിഞ്ഞ് അതിനുശേഷം പുറകോട്ട് തിരിഞ്ഞു. ഇങ്ങനെ തിരിഞ്ഞ ആൾ നേരെ തിരിഞ്ഞു നിന്നു. ഓക്കെ, ഇപ്പോൾ അദ്ദേഹം ഏത് ദിക്കിന് അഭിമുഖമായാണ് നിൽക്കുന്നത്? അപ്പോൾ ഈ ദിക്ക്. ഓക്കെ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് ഇവിടെയാണ്, അത് ഇങ്ങോട്ട് നിന്നു, അത് നേരെ തിരിഞ്ഞു നിന്നു. പുറകോട്ട് തിരിഞ്ഞു നിന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താ? നേരെ നിൽക്കുന്ന ഡയറക്ഷനിലേക്ക്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നിന്നു. ഇങ്ങോട്ടാണ് നടന്നത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നു. ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈസ്റ്റ് ആണ്. സോ ഓപ്ഷൻ സി, ഈസ്റ്റ്, കിഴക്ക് എന്നതായിരിക്കും നമ്മുടെ ഉത്തരം. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം കോഡിങ്ങുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. KARZXEF എന്നത് 850194 എന്നും BZWXRFA എന്നത് 317902 എന്ന് കോഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ WRAEKF എങ്ങനെ കോഡ് ചെയ്യാമെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ രണ്ടിലും ഈ കോഡ് ചെയ്തിരിക്കുന്ന രണ്ടിനകത്തും കോമൺ ആയിട്ടുള്ളവരല്ല, കറക്റ്റ് ആണോ എന്ന് നോക്കുക. കോമൺ ആയിട്ട് വരുന്ന ആരാണുള്ളത്? Z1. ഓക്കെ, സന്തോഷം. 6O0 6A0 സന്തോഷം. A5 സന്തോഷം. F2 സന്തോഷം. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? ഇവിടെ W, അപ്പൊ W എന്ത് തന്നെയായിരിക്കും? W ഒരേ ഇതിലേക്ക് തന്നെയായിരിക്കും, 7. F എങ്ങോട്ടായിരിക്കും? 2. 7 തുടങ്ങി 2 അവസാനിക്കുന്ന ഏതൊക്കെ ഉള്ളൂ? 7 തുടങ്ങുന്ന 2 അവസാനിക്കുന്ന ഇത് കട്ട് ചെയ്യാം, ഇത് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി 6 0 7 ആണ്. ഓക്കെ, K എങ്ങോട്ടാണ് പോകുന്നത്? K 8 8 2 7 0 8 2 വരുന്നത് ഏതാ? ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഇങ്ങനെ കോഡിങ് വരുമ്പോൾ വേറെ കണക്ഷൻ നോക്കണ്ട, സെയിം കോഡിങ് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുക. സിലോഗിസം പോലെ രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുക. സെയിം കോഡിംഗ് ആണോ നോക്കുക. സെയിം കോഡിംഗ് ആണെങ്കിൽ എല്ലാത്തിനും സെയിം തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ ആണല്ലോ? ഓപ്ഷൻ ഡി എന്നുള്ളത് എങ്ങനെയാണ് ചെയ്തത്? ഞാൻ ഇവിടെ നിന്നും ഇങ്ങോട്ടും ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഫില്ല് ചെയ്ത് വരുന്നു. സാധാരണ എല്ലാവരും ഫ്രണ്ടിൽ നിന്ന് മാത്രം ഫില്ല് ചെയ്ത് പോകും, അവിടെ ടൈം നഷ്ടപ്പെടും. TEC, ടൈം ഇവിടെ കൺസപ്ഷൻ വളരെ കുറവ്. കോൺസെപ്റ്റ് വേണ്ട, നിങ്ങൾക്ക് ഇക്വേഷനും വേണ്ട, നേരെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ അത്രയാണ് നമുക്ക് ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് ഫേസ് 1 ഉണ്ടായിരുന്നത്. കണ്ടോ, നിങ്ങൾ ആ ചോദ്യം ശ്രദ്ധിച്ചേ. എത്ര ചോദ്യം ഉണ്ടാവും? 7 ചോദ്യങ്ങൾ കൃത്യമായും നിങ്ങൾക്ക് കോൺസെപ്റ്റും അതുപോലെ ഇക്വേഷന്റെ അത് കോൺസെപ്ഷണൽ ക്ലാരിറ്റിയും ടൈം മാനേജ്മെന്റും ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്തരം ചോദ്യങ്ങൾ മെയിൻസിന് ഉറപ്പായിട്ടും ഉണ്ടാകും. മെയിൻസിന് വരുമ്പോൾ മാത്തമാറ്റിക്സ് ഇനിയും കുറച്ചുകൂടെ കാച്ചിക്കുറുക്കിയതാകും. 5 എന്നാകും. അവിടെ 20 ചോദ്യത്തിൽ 7 എണ്ണമാണെങ്കിൽ ഇവിടെ 10 ചോദ്യം വരുമ്പോൾ 5 എണ്ണം, 10ൽ 5 എണ്ണം ഇതേ ക്വാളിറ്റി ആയിരിക്കും. 50-50 നോളേജ് വരും. അപ്പൊ ആ ക്വാളിറ്റി മനസ്സിലാക്കി അത്തരം കാര്യങ്ങൾ ചെയ്യണം. ഇതുപോലെ ഓരോ ടോപ്പിക്കിനും അതിൻ്റെതായുള്ള മാറ്റം മനസ്സിലാക്കിക്കൊണ്ട് മെയിൻസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ നമ്മുടെ ഡിഗ്രി റാങ്ക് ഫാക്ടറിയിലേക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കാം. പ്രിലിംസ് എന്നല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം മെയിൻസ് ആണ്. നമ്മുടെ ഗിയർ മാറ്റി അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടും സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും. ധൈര്യമായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ വിളിച്ചോ 81223366 എന്ന നമ്പറിലേക്ക്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു മെയിൻസ് എക്സാമുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീം എത്രയും വേഗം തന്നെ ജെന്യുവിൻ അപ്ഡേറ്റഡ് ഫാക്റ്റുകളോടുകൂടി നിങ്ങൾക്ക് റിപ്ലൈ നൽകുന്നതായിരിക്കും. ഏത് ഡൗട്ടും നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. അപ്പം ധൈര്യമായിട്ട് നിങ്ങളുടെ മുമ്പിലുള്ള അവസരത്തെ ഏറ്റവും മനോഹരമായിട്ട് വിനിയോഗിക്കുക. ഇനി അങ്ങോട്ട് സമയം കളയരുത്. കൃത്യമായിട്ടും പ്രിപ്പയർ ചെയ്തോ. കോമ്പറ്റീഷൻ അടിപൊളിയായിട്ട് വരുന്ന ഒരു സമയം തന്നെയാണ്. വിട്ടുകൊടുക്കരുത്. ഇവിടം വരെ എത്തിയത് തോൽക്കാൻ വേണ്ടിയിട്ടാകരുത്. നമുക്ക് വീണ്ടും അടുത്ത സെഷനിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീണ്ടും കാണുവരേക്കും നന്ദി, നമസ്കാരം, ടാറ്റ.
ടേക്ക് കെയർ, ബൈ ബൈ.